നമ്മുടെ സമയം കറക്റ്റ് ആണല്ലോ. സിസ്റ്ററൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ നമ്മുടെ റൈഫൺ സാർ എത്തിയോ? റൈഫൺ സാർ കണ്ടില്ല. ആശംസ പറയാൻ സാറിനോട് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ വിഷയം ഏറ്റവും എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെയ് മാസത്തെ നമ്മുടെ ഫാമിലി ഓർ പ്രോഗ്രാം നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഈ മാസം നമുക്കൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മളുടെ കുടുംബ പ്രേക്ഷക കേന്ദ്രത്തിന്റെ അതിരൂപത ആനിമേറ്റർ MCCയുടെ ഉള്ള സിസ്റ്റർ നമ്മളുടെ ആൻ മരിയ സിസ്റ്റർ നമ്മളുടെ ഈ മാസം ഇവിടെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോവുകയാണ്. അപ്പൊ സിസ്റ്റർക്ക് ഒരു ആശംസ തരുന്ന ഒരു പ്രോഗ്രാം കൂടി അഡീഷണൽ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതുകൊണ്ട് കൃത്യസമയത്തിന് ആരംഭിക്കുകയാണ്. നമ്മുടെ ഇത് പ്രോഗ്രാമിന്റെ മാസ്റ്റർ ഓഫ് സെറമണി ആയിട്ടുള്ളത് ട്രെയിനിങ് മിനിസ്ട്രിയുടെ നോർത്ത് സോണിലുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോയ് സിനി ദമ്പതികളാണ്. അവരെ ഏറ്റവും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്ന അവര് നമ്മുടെ പ്രോഗ്രാം ഇനി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഹാർട്ടി വെൽക്കം ജോയ് സിനി. ജോയ് മൈക്ക് അൺമ്യൂട്ട് ചെയ്തു. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി വല്ലം ഫൊറോന ആൻഡോപുരം MCC അംഗങ്ങളായ ജോസ് ആൻഡ് ജെസ്സി ദമ്പതിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്ക് കുരിശ് വരച്ച് തുടങ്ങാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നേ ദിവസം ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കും ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഫാമിലി അവർ പ്രോഗ്രാമിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ വചനമഴ ഞങ്ങൾക്ക് വേണ്ടി പകർന്നു തരാൻ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസഫ് മണവാളൻ അച്ഛനെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വേണ്ട വിധം വചനം പകർന്നു തരുവാൻ ഉതകുന്ന കൃപാവരങ്ങൾ കൊണ്ട് അച്ഛനെ നിറയ്ക്കണമേ. ഓ ത്രിത്വൈക ദൈവമേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ ദമ്പതികളെയും അങ്ങേ കൈകളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വേണ്ട വിധം തിരുവചനം ശ്രവിക്കുവാനും അത് ഞങ്ങളുടെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാനും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ ക്രിസ്തു സംവാഹകരാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറ ജോയ്സിനി. കഴിഞ്ഞ 4 വർഷക്കാലം MCC അതിരൂപത ആനിമേറ്റർ എന്ന നിലയിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച് സ്ഥാനം ഒഴിഞ്ഞ് സ്ഥലം മാറിപ്പോകുന്ന റെവറൻഡ് സിസ്റ്റർ ആൻ മരിയയ്ക്ക് MCC കുടുംബാംഗങ്ങളുടെ നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി MCC അതിരൂപത ജനറൽ സെക്രട്ടറി റൈഫൺ ടെസി ദമ്പതിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
ഏറ്റവും ബഹുമാനപ്പെട്ട ഡയറക്ടർ ജോസഫ് പണവള്ളച്ച, നമ്മുടെ കുടുംബ പ്രേക്ഷിത കേന്ദ്രത്തിന്റെ അതിരൂപത ആനിമേറ്ററായിട്ട് സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റർ ആൻമരിയ, ഏറ്റവും പ്രിയമുള്ള പ്രേക്ഷിത സഹോദരങ്ങളെ, നല്ലൊരു സമയത്താണ് നമ്മളിപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുവാനും പുതിയ പുതിയ ശൈലികള് ബൈബിളിനോടനുബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള ഒരു ഒരുക്ക പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. അതിനായിട്ട് നമ്മളെ ബഹുമാനപ്പെട്ട ഡയറക്ടർ വളരെ സ്നേഹപൂർവ്വം ഒരുക്കിക്കൊണ്ടിരിക്കുക. ഈ ദിവസം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആനിമേറ്റർ സിസ്റ്ററോട് ഒരു നന്ദി പറയുക എന്നുള്ളത് വളരെ ആവശ്യവും അതിനേക്കാളേറെ നമ്മുടെ കടമയുമാണ്. സിസ്റ്റർ കുറെ നീണ്ട വർഷങ്ങള് അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്രത്തിന്റെ ഭാഗമായിരുന്നു. ഇപ്പോ ഈ കഴിഞ്ഞ 3-4 വർഷം സിസ്റ്റർ ഇവിടെ വന്ന് പ്രവർത്തിച്ചു എന്നതല്ല സിസ്റ്ററുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി കുടുംബ പ്രേക്ഷിത കേന്ദ്രത്തിന്. വർഷങ്ങൾക്ക് മുൻപ് കുടുംബ പ്രേക്ഷിത കേന്ദ്രത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛൻ റീജിയൻ ഉണ്ടായിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ റീജിയൻഷിപ്പ് ഇവിടെയായിരുന്നു, കുടുംബ പ്രേക്ഷിത കേന്ദ്രത്തിലായിരുന്നു. അന്ന് തൊട്ട് ആൻമരിയ സിസ്റ്റർ നമ്മുടെ കൂടെ ഉണ്ട്, സിസ്റ്ററായിട്ട്, സെക്രട്ടറി ആയിട്ട്. അങ്ങനെ ഒരു നീണ്ട കാലഘട്ടം ആ സമയങ്ങളിലൊക്കെ സിസ്റ്റർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും സിസ്റ്റർ തിരിച്ച് വീണ്ടും അതിരൂപത ആനിമേറ്റഡ് സിസ്റ്റർ എന്ന നിലയിൽ, സെക്രട്ടറി സിസ്റ്റർ എന്ന നിലയിലാണ് വീണ്ടും കടന്നു വന്നത്. അതിന്റെ ഇടയിൽ സിസ്റ്റർ നമ്മുടെ ഫോറിൻ സെക്രട്ടറി ആയിട്ട് എറണാകുളം, എനിക്ക് തോന്നുന്നു എറണാകുളം ഫൊറോനയുടെ സെക്രട്ടറി ആയിട്ട് സിസ്റ്റർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഫൊറോന ആനിമേറ്റർ ആയിട്ട് ഇനി സിസ്റ്റർ പലതരത്തിലും കുടുംബങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, കുടുംബങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ട് സിസ്റ്റർ നമ്മുടെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുവാനായിട്ട് സിസ്റ്റർ തയ്യാറെടുത്തിറങ്ങിയിരിക്കുകയായിരുന്നു. സിസ്റ്ററിന്റെ ഒരു പാഷനായിരുന്നു കുടുംബങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. സിസ്റ്ററുടെ ഒരു വിളിയാണ് ഒരു ഹോളി ഫാമിലി സിസ്റ്ററായിട്ട് ജീവിക്കുക. ആ ഹോളി ഫാമിലി സിസ്റ്ററിന്റെ കാരിസമാണ് കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുക. അതിനാണ് അവരുടെ വിശുദ്ധിയായ മറിയം ത്രേസ്യാമ്മ അവരെ പഠിപ്പിച്ചതും. അപ്പൊ ഈ സിസ്റ്റർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ കൂടെയായിരുന്നു. നമ്മുടെ MCCയുടെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും നമ്മുടെ കൂടെ സിസ്റ്റർ ചലിച്ചിട്ടുണ്ട്. നമ്മുടെ പല കാര്യങ്ങളില്, കോൺഫറൻസിന്റെ സമയങ്ങളില് നമ്മളോടൊപ്പം പല നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടും നമ്മുടെ കൂടെ സിസ്റ്റർ നടന്നിട്ടുണ്ട്. കൊറോണ വന്ന സമയത്ത് ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മിഷണറി കപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ് ശക്തി പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച് നമുക്ക് പല വഴികൾ സിസ്റ്റർ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ഓരോ ഫൊറോനകളിലും കുടുംബ പ്രേക്ഷിത കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റർ പ്രവർത്തിക്കുമ്പോൾ അതിൽ ദമ്പതികളുടെ ഉത്തരവാദിത്തങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ദമ്പതികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയും മറ്റ് ഫൊറോന ആനിമേറ്റർ സിസ്റ്റർമാരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്ത സിസ്റ്ററുടെ ത്യാഗപൂർണമായ സേവനം MCC കുടുംബാംഗങ്ങൾക്ക് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞങ്ങളൊക്കെ ഒത്തിരി സ്നേഹത്തോടെ സിസ്റ്ററെ ഞങ്ങൾ അതെല്ലാം കാണുന്നു. ഒരിക്കലും ഞങ്ങൾ മറക്കുന്നവരല്ല സിസ്റ്റർ ചെയ്ത ഈ നല്ല പ്രവൃത്തികളില്. അതിനുശേഷം സിസ്റ്റർ നമ്മുടെ കൂടെ നടന്നുകൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അടുത്ത കാലഘട്ടങ്ങളിലാണ് ഹോം മിഷൻ പ്രവർത്തനങ്ങൾ നമ്മൾ ശക്തിപ്പെടുത്തിയപ്പോഴ് സ്നേഹജ്വാല അച്ഛൻ, നമ്മുടെ ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛൻ വലിയ സ്വപ്നമായിട്ട് അച്ഛൻ അതിനെ കൊണ്ടുവന്ന് വളർത്തിയെടുക്കാൻ ശ്രമിച്ചപ്പോഴ് കുടുംബങ്ങളിലേക്ക് പോവുക, ഹോം മിഷൻ നടത്തുക, അതെങ്ങനെ അടക്കം ചിട്ടയുമായിട്ട് നടത്തണം, അതിനു വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ് എന്ന രീതിയിൽ നമുക്ക് വിവിധ സ്ഥലങ്ങളില്, സോണുകളില്, വിവിധ സ്ഥലങ്ങളില് നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാം തരാനായിട്ട് സിസ്റ്റർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. വളരെ അച്ചടക്കത്തോടും വളരെ അടക്കം ചിട്ടയുമായിട്ടുള്ള ഒരു ഹോം മിഷൻ, ഒരു കുടുംബ സന്ദർശനം എങ്ങനെ രൂപപ്പെടുത്താമെന്ന്
സിസ്റ്റർ പറഞ്ഞ നല്ല വാക്കുകള് ഞങ്ങളുടെ കാതിൽ ഇപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ പ്രവൃത്തികളിലും സിസ്റ്റർ പറഞ്ഞ നല്ല കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ ആൻമരിയ സിസ്റ്റർ ഇവിടെ സേവനമനുഷ്ഠിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ സ്വീകരിച്ച് പോവുക എന്നത് ഞങ്ങൾ കാണുന്നില്ല. സിസ്റ്റർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ള വലിയ ഓർമ്മയും വലിയ ശക്തിയും ഞങ്ങൾക്കുണ്ട്. നമ്മുടെ ജിവാലയയിലെ ധ്യാനങ്ങൾ നടക്കുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തും, ദിസ് ഈസ് യുവർ ഡ്യൂട്ടി, ഇത് തന്റെ ഉത്തരവാദിത്തമാണ്, താൻ ദൈവത്തോട് കൊടുത്ത ഒരു വിളിയാണിത്. അതിൽ ദമ്പതികളെ പങ്കെടുപ്പിക്കേണ്ടത്, പാരന്റ്സിനെ പങ്കെടുപ്പിക്കേണ്ടത്, പ്രഗ്നന്റ് കപ്പിൾസിനെ പങ്കെടുപ്പിക്കേണ്ടതൊക്കെ ദമ്പതികളെ സ്നേഹിക്കുന്ന MCC അംഗങ്ങളുടെ ചുമതലയാണ്. അതിനുവേണ്ടി നമ്മളെ പലവട്ടം സിസ്റ്റർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഓർക്കാം. സിസ്റ്റർ ചെയ്തു തന്ന 1 തൊട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്പർ ഇട്ട് നമുക്ക് ഓർക്കാം, എണ്ണി എണ്ണി നമുക്ക് പറയാം. സിസ്റ്ററുടെ ഓർമ്മകളെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളില് സിസ്റ്റർ സ്മരിക്കാം. ഇനി മറ്റൊരു മഠത്തിന്റെ മദറായിട്ട് പോകുമ്പോൾ അവിടെയും കുടുംബങ്ങൾക്ക് വേണ്ടി ജ്വലിക്കുന്ന, കുടുംബങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി, കെട്ടുറപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, നല്ല ആശയങ്ങൾ രൂപീകരിക്കുവാൻ, നല്ല ചുടലതയുള്ള, തീഷ്ണതയുള്ള കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കുവാൻ സിസ്റ്ററുടെ പുതിയ ജോലിസ്ഥലം സിസ്റ്റർക്ക് അനുഗ്രഹപ്രദമാകണം. അതിനായിട്ട് നമുക്ക് തുറന്ന് സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെയൊക്കെ ചേർത്ത് സ്നേഹത്തോടെ നിർത്തുകയും നമ്മളോടൊപ്പം ഒക്കെ സ്നേഹജ്വാലയ്ക്ക് വരുമ്പോഴ് നമ്മളെയൊക്കെ ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞ് വിളിച്ച്, അതേ അങ്ങനെ ചെയ്തോ, അതേ ഇങ്ങനെ ചെയ്തോ എന്നൊരു കൊച്ചുകുട്ടിയോട് ചോദിക്കുന്ന ഒരമ്മയുടെ വാത്സല്യം നമുക്ക് സിസ്റ്റർക്ക് കാണാം. നമുക്കതെല്ലാം ഓർത്തുകൊണ്ട് സിസ്റ്ററുടെ എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തോട് നന്ദി പറയാം. സിസ്റ്ററെ നമുക്കായി നൽകിയ മാതാപിതാക്കളോട് നന്ദി പറയാം. സഭയോട്, അവരുടെ കോൺഗ്രിഗേഷനോട് നമുക്ക് നന്ദി പറയാം. സിസ്റ്ററുടെ ജീവിതത്തിന് എന്നും വഴികാട്ടിയായിരിക്കുന്ന, ജീവിതത്തെ ധന്യപ്പെടുത്തുന്ന ക്രിസ്തുനാഥന്റെ മുൻപില് സിസ്റ്ററെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്ററെ, MCC കുടുംബം മുഴുവനുമായിട്ട് സിസ്റ്റർ ചെയ്ത സേവനങ്ങളെ ഓർക്കുകയും സിസ്റ്ററുടെ ഈ ട്രാൻസ്ഫർ സന്തോഷകരമല്ല എങ്കിലും ഞങ്ങൾ അതിലൊരു ആനന്ദം കൊള്ളുന്നു. കാരണം ഇനിയും ധാരാളം ദമ്പതികളുടെ ഇടയിലേക്ക് നടന്നു ചെല്ലാനായിട്ട്, കയ്യിൽ വിളക്കുമായിട്ട് ആ ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ പോലെ കുടുംബങ്ങളിലേക്ക് കത്തിച്ച വിളക്കുമായിട്ട് ചെല്ലാൻ സിസ്റ്റർക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സിസ്റ്ററോടൊത്ത് ഞങ്ങൾ എപ്പോഴും ഉണ്ടാകും. സിസ്റ്റർ എപ്പോൾ ഞങ്ങളെ വിളിച്ചാലും ഞങ്ങൾ സിസ്റ്ററുടെ അടുത്ത് ഓടിയെത്തും. കുടുംബങ്ങളെ രക്ഷിക്കുവാൻ നമുക്ക് ഒരുമിച്ച് നീങ്ങാം. എല്ലാവിധ ആശംസകളും നന്ദിയും രേഖപ്പെടുത്തുന്നതോടൊപ്പം പുതിയ സ്ഥലം ദിവ്യപ്രകാശമായ ക്രിസ്തുവിന്റെ ആ പ്രകാശത്തെ സ്വീകരിച്ച് ജ്വലിപ്പിക്കുവാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനകൾ നേരുന്നു. ഒരിക്കൽ കൂടി MCC കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നന്ദി മാത്രം സിസ്റ്ററെ. മറുപടി പ്രസംഗത്തിനായി റവറൻ സിസ്റ്റർ ആൻമരിയ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സിസ്റ്റർ കേട്ടില്ലേ? ഓക്കെ. സ്നേഹമുള്ള മണവാളനച്ച, MCC കുടുംബാംഗങ്ങളെ, എനിക്ക് നിങ്ങളോടൊപ്പം ഇങ്ങനെ ആയിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഞാനിവിടെ ചാർജ് എടുക്കുന്ന ആ അവസരത്തിൽ ഇതുപോലെ കുറെ സമയം നിങ്ങളോട് കൂടെ ചെലവഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം, ഇവിടെ സിസ്റ്റേഴ്സിന്റെ കുറവും അല്ലെങ്കിൽ ജോലികളുടെ കുറച്ച് തിക്കും തിരക്കൊക്കെ കാരണം കൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ അതിൽ നിന്നും പിന്മാറിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുമിച്ച് വരാൻ ചിലപ്പോഴൊന്നും സാധിച്ചിട്ടില്ല. പക്ഷെ എനിവേ ഞാനിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. റൈഫിൻ സാറ് പറഞ്ഞ നല്ല കാര്യങ്ങൾക്ക് നന്ദി. പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, MCC എന്ന് പറയുമ്പോൾ ഒരുപാട് നിങ്ങള് അത് ദൈവത്തിനു വേണ്ടി മാറ്റിവെച്ച സമയങ്ങൾ നിങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ ഇപ്പോഴും ഇരുന്ന് ആലോചിക്കുകയാണ്. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. മാതാപിതാക്കള്, മക്കള്, മരുമക്കള് എല്ലാം. ഇത് എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ
ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി സമയങ്ങള് ദമ്പതികൾക്ക് വേണ്ടി, ഈശോയുടെ നാമത്തിൽ ദമ്പതികൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഞാനത് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും, നിങ്ങളെപ്പോലെ ചെയ്യാനായിട്ട് ആർക്കാണ് സാധിക്കുക എന്നെനിക്ക് തോന്നും. ഞാൻ എപ്പോഴും പരിചയപ്പെടുത്താം, സാറിനെയൊക്കെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താം, മിഷണറി കപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാത്രമുള്ള ഒരു മിനിസ്ട്രിയാണ്, വേറെ ഒരു രൂപതയിലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എപ്പോഴും ക്ലാസ്സുകൾക്കൊക്കെ റൂബി മെജോ, അതുപോലെ ജിൻസ്രീന, അതുപോലെ റൈഫൻ സാറ്, അതുപോലെ അതിലുള്ള പലരും ക്ലാസ് എടുക്കാൻ വരുമ്പോൾ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ് അവരെയൊക്കെ. അപ്പോൾ ഒരു അഭിമാനത്തോടു കൂടിയിട്ടാണ് പരിചയപ്പെടുത്തുക. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് കുടുംബത്തിന്റെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളോടൊപ്പം തന്നെ ഈ ശുശ്രൂഷ എങ്ങനെ ഇത്ര ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നതാണ്. അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. മാത്രമല്ല അതിനുള്ള പ്രതിഫലം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കൊക്കെ ഈശോ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ സാധാരണ പൊതുവെ ഒരുപാട് മിങ്കിൾ ചെയ്യും, അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുകയും ഒരുപാട് കമ്പനിയൊക്കെ ആവുന്ന ഒരു ടൈപ്പാണ്. പക്ഷെ ഇവിടെ വന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്കിവിടെ കുറച്ച് എന്ന് വെച്ചാൽ സിസ്റ്റേഴ്സിന്റെ കുറവ് നിങ്ങൾക്കറിയാലോ. അപ്പൊ അതിനിടയിൽ കുറച്ച് തിക്കും തിരക്കും അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് കുറച്ചൊക്കെ നിങ്ങളിൽ നിന്നും അങ്ങോട്ട് വിചാരിച്ചത്രയും എനിക്ക് പറ്റിയിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പ് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എന്ത് കാര്യങ്ങൾക്കും ആരെയൊക്കെ വിളിക്കുമ്പോഴും എപ്പോഴൊക്കെ കണ്ടുമുട്ടുമ്പോഴും ഏത് പരിപാടികൾക്കൊക്കെ വരുമ്പോഴും ഒരു ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും പരിഗണനയ്ക്കും എല്ലാവർക്കും ഒത്തിരി സ്നേഹം, ഒത്തിരി പ്രാർത്ഥന. ഞാൻ പോകുന്നത് സാറ് പറഞ്ഞു ഈ പുതുവാശ്ശേരി ഇവിടെ അടുത്താണ്, ഈ അത്താണി അടുത്തുള്ള സ്ഥലമാണ്. പുതിയ ഉത്തരവാദിത്വങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാകും. ഇടയ്ക്ക് കോണ്ടാക്ട്സ് ഉണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയും തുടർന്നും നിങ്ങളുടെ കുടുംബത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം എല്ലാവർക്കും. താങ്ക് യു. വിഷയാവതരണത്തിനായി MCC ഡയറക്ടർ റവറൻഡ് ഫാദർ ജോസഫ് മണവാളനച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും ആൻമരിയ സിസ്റ്റർ പോകുന്നത് കുടുംബപ്രേക്ഷ കേന്ദ്രത്തിന് വലിയൊരു നഷ്ടമാണ്. അടക്കും ചിട്ടയുമായിട്ട് എനിക്കറിയാം കഴിഞ്ഞ 4 വർഷം ഇവിടെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണം സിസ്റ്റർ ആൻമരിയാണ്. ഞങ്ങളെയൊക്കെ ശാസിക്കും, നേർവഴിക്കും, ചിലപ്പോൾ ഉപദേശം തരും, ചിലപ്പോൾ എന്താ പറയുക ദേഷ്യപ്പെടും. അപ്പൊ അതൊരു സ്വാതന്ത്ര്യം, അതിനപ്പുറം ഒരു അമ്മയോ ചേച്ചിയോ ഒക്കെ ആയിരുന്നു. അപ്പൊ വലിയൊരു അനുഭവമായിരുന്നു. ഇതുപാട്ടെ അനിവാര്യതയാണ് 4 കൊല്ലം. അപ്പോ സിസ്റ്ററിന് എല്ലാവർക്കും നമുക്കൊന്ന് കൈയടിച്ച് നന്ദി പറയാം ഒരിക്കൽ കൂടി. ഓക്കെ, അപ്പോ താങ്ക് യു സിസ്റ്റർ. ഒരിക്കൽ കൂടി സിസ്റ്റർ 21-ാം തീയതി ആയിരിക്കും പോകുന്നത്. അപ്പൊ അതിനുമുമ്പ് നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജുകളൊക്കെ അയക്കാം. ഓക്കെ, അത്തരത്തിലായിരിക്കട്ടെ. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ അവിചാരിതമായിട്ടാണ് ഈ ടെക്സ്റ്റ് കണ്ടത്. നമുക്കറിയാവുന്നൊരു ടെക്സ്റ്റ് ആണെങ്കിലും നിയമാവർത്തനം 26 നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, വായിച്ചിട്ടുണ്ടാകണം. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഞാനൊക്കെ ഓർക്കുന്ന ചെറുപ്പത്തില് വീട്ടില് ഈ തെങ്ങ് എന്നിട്ട് ആദ്യത്തെ തേങ്ങയൊക്കെ ഉണ്ടാവും, അത് പള്ളി കൊണ്ടുപോകും. അതുപോലെ ആട് ആദ്യമായിട്ട് പ്രസവിച്ച കുഞ്ഞിനെ പള്ളിയിൽ കൊണ്ടു കൊടുക്കുന്നത്, പശുവിന്റെ കിടാവിനെ പള്ളിയിൽ കൊണ്ട് കൊടുക്കുന്ന ശീലമൊക്കെ കണ്ടിട്ടുണ്ട്. കോഴി മുട്ട ബാച്ച് മുഴുവൻ പള്ളിയിൽ കൊണ്ട് കൊടുക്കും. അങ്ങനെ ആദ്യഫലങ്ങളെല്ലാം. അപ്പൊ നമ്മളത് വലിയ കൊതിയോടെയൊക്കെ അയ്യോ ചക്ക ആദ്യമായിട്ട് ഉണ്ടായത് നമുക്ക് പഴുത്ത് തിന്നാം, രുചി എന്താണെന്ന് അറിയാന്നൊക്കെ കരുതുമ്പോ അത് അപ്പച്ചനും അമ്മച്ചനും കൂടി അത് പള്ളി കൊണ്ട് കൊടുക്കുക, എന്നിട്ട് ലേലം വിളിച്ച് കൊണ്ടുവരും. അതാണ് അതിന്റെ രസം. ലേലം വിളിച്ചിട്ട് കൊണ്ടുവരും, ഞായറാഴ്ച കൊടുത്തിട്ട്. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പാരമ്പര്യം ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല, ഉണ്ടായി കാണണോ? നമ്മളൊക്കെ സമകാലീനരൊക്കെ ആണല്ലോ കുറെയൊക്കെ. അതുപോലെ നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് കാഴ്ചവെപ്പ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സംസ്കാരത്തിൽ നമ്മളിപ്പോ കാഴ്ചവെപ്പ് എന്തൊക്കെയാ കൊടുക്കുന്നതെന്ന് ചോദിച്ചാല് ബുക്ക് കൊടുക്കും, പേന കൊടുക്കും, പഴങ്ങൾ കൊടുക്കും കടയിൽ നിന്ന് വാങ്ങിയത്, അങ്ങനെ പലത്. പക്ഷെ പണ്ടൊക്കെ എന്തായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്?
എനിക്കറിയില്ല പണ്ട് കാലത്ത് ഈ കാഴ്ചവെപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ കൊടുത്തിരുന്നത് ചക്ക, മാങ്ങ, കറ്റ അങ്ങനെ തുടങ്ങിയുള്ള, അതായത് അവർക്ക് എന്താണോ ലഭ്യമായിരുന്നത് അതാണ്. നിങ്ങൾ ഇനി മിഷൻ എക്സ്പീരിയൻസിനൊക്കെ ആദിവാസികളുടെ അടുത്തേക്കൊക്കെ പോയാൽ, അല്ലെങ്കിൽ ആഫ്രിക്കൻ അങ്ങനെയുള്ള ദേശങ്ങളിലേക്കൊക്കെ പോയാൽ, അവർ കുർബാനയ്ക്ക് ആഘോഷമായിട്ട് കൊണ്ടുവരുന്നത് അവരുടെ വിളവിന്റെ ആദ്യ ഫലങ്ങളായിരിക്കും. കോഴി തുടങ്ങി അതുപോലെ കാർഷിക വൃത്തിയുള്ള സംസ്കാരത്തിന് മറ്റ് സാധനങ്ങൾ കൊണ്ടുവരും. അപ്പൊ നമ്മൾ ഇന്ന് 26 അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇതിന്റെയൊക്കെ ഒരു ആരംഭമാണ്. അതായത് 2 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒന്ന്, ആദ്യ ഫലങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നത്, ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് പറയും. ഈവൻ പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, ആദ്യജാതൻ അല്ലെങ്കിൽ ആദ്യ ഫലം ദൈവത്തിന് സമർപ്പിക്കുന്നു. ക്രിസ്തു ആദ്യ ഫലത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നു, ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ദശാംശത്തെ പറ്റിയാണ്. ഓഹരി കൊടുക്കുന്നത്, വിഹിതം ദൈവത്തിന് കൊടുക്കുന്നത്. ഈ 2 കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ഈ യഹൂദ സംസ്കാരത്തിൽ നിന്ന് അല്ലെങ്കിൽ പഴയ നിയമ പശ്ചാത്തലത്തിൽ നമ്മളൊക്കെ ഇന്നും അനുവർത്തിക്കുന്നതാണ്. നിങ്ങൾ ഒരു വർഷം വിശുദ്ധ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ സ്തോത്ര കാഴ്ച എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അനൗൺസ് ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെ എന്തായിരിക്കാം? ഈ സംസ്കാരം വന്നതൊക്കെ ഈ ഒരു ഭാഗത്തിൽ നിന്നാണ്. അപ്പൊ നമ്മളതൊന്ന് ശ്രദ്ധയോടെ ഒന്ന് കേൾക്കാം. എന്നിട്ട് 2 ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിനെ ഒരുമിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം. ഓക്കെ, എനിവേ, എന്തൊക്കെയാണ് ഈ യഹൂദര് ആദ്യ ഫലമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്? സാധാരണഗതിയിൽ അവര് മുന്തിരിയുടെ ഫലം, ഒലിവ്, മാതളം, അത്തി, ഈന്തപ്പഴം, ഇതൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആടുമാടുകളുടെ ആദ്യ ഫലങ്ങള്. എല്ലാ ആദ്യജാതരെയും ദൈവത്തിന് സമർപ്പിക്കണം, അത് നിയമമാണ്. എല്ലാ ആദ്യജാതരെയും എന്നിട്ട് അവരെ വീണ്ടെടുക്കാം. അപ്പോ ദൈവത്തിനാണ് ആദ്യജാതര് അല്ലെങ്കിൽ ആദ്യഫലം. ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഒന്നാമത്തേത്, ദൈവമാണ് എല്ലാം നൽകിയത് എന്നുള്ളതിന്റെ അക്നോളേജ്മെന്റ് ആണ്, അതിന്റെ സാക്ഷ്യമാണ്. ഞാൻ വിശ്വസിക്കുന്നു എനിക്കുള്ളതെല്ലാം ദൈവം തന്നതാണ്. എൻ്റെ വീട്ടിൽ ഞാൻ നട്ടു വളർത്തിയ തെങ്ങ് കായ്ക്കുന്നു. ആ തേങ്ങ എനിക്ക് ലഭിച്ചത് ദൈവം തന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അത് ദൈവത്തിന്റെ അവകാശമാണ്. ഇതാണ് നമ്മൾ അക്നോളേജ് ചെയ്യുന്നത്. എല്ലാം ദൈവത്തിൻ്റെതാണ്, എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നു. ഞാൻ അതിന്റെ പങ്കാളിത്തം മാത്രമേ എനിക്കുള്ളൂ. രണ്ടാമത്തേത്, ഇവിടെ ഒരു ത്യാഗത്തിന്റെ തലമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പ്ലാവ് കായ്ക്കുന്നു, പ്ലാവ് കായ്ച്ചു അല്ലെങ്കിൽ വേണ്ട. ഇവിടെ ഫാഷൻ ഫ്രൂട്ട് നട്ടിട്ടുണ്ട് സിസ്റ്റേഴ്സ്, ഇവിടെ ഈ ആൻമരി സിസ്റ്ററൊക്കെ നട്ടിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ടത് ഫാഷൻ ഫ്രൂട്ട് അഥവാ പഴം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓടി ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു, വ്യത്യസ്തമായ നിറമൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ചാപ്പലിൽ ചെന്നപ്പോ ഈ ഫാഷൻ ഫ്രൂട്ട് അവിടെ പറിച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് വെച്ചിട്ടേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാരും ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോ മാറിപ്പോയി ജെയ്സി സിസ്റ്റർ പറഞ്ഞു, അത് ആദ്യത്തേതാണ്, അത് ദൈവത്തിന് കൊടുക്കണം. അത് പിന്നീട് നമുക്ക് ജ്യൂസ് ആയിട്ട് വന്നു, എന്നാലും അത് ദൈവത്തിന് കൊടുത്തിട്ട് തരുള്ളൂ, അല്ലെ? അപ്പൊ എനിക്കറിയാം നിങ്ങളൊക്കെ അത് അങ്ങനെ ചിന്തിക്കുന്നവരാണോ, ചെയ്യുന്നവരാണോ? ഇത് വലിയൊരു വിശ്വാസമാണ്. അപ്പോ സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ച എന്താണ്, അത് പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഓരോ സ്പൂണൊക്കെ ഇട്ട് ഇങ്ങനെ ഓരോരുത്തർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം, പുതിയ സ്പീഷീസ്, പുതിയ ഗുണമേന്മയുള്ള വർഗം. പക്ഷെ ഇവരാദ്യം ദൈവത്തിന് കൊടുത്തിട്ട്, നമ്മുടെ നാട്ടിലൊക്കെ പറയും ഗണപതിക്ക് കൊടുത്തിട്ട് എന്നൊക്കെ പറയും. ചിലർ മദ്യം കഴിക്കുമ്പോൾ ഒരു തുള്ളിയിട്ട് ഇങ്ങനെ കാണിക്കും, ഇനി അതും കൂടി ഇരുന്നോട്ടെ, അല്ലെ? അപ്പൊ ഇതെല്ലാം ഈ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നു. ചിലവർക്ക് ഈ മൂർത്തി അല്ലെങ്കിൽ ദൈവത്തിന് വെറ്റില, അടക്ക, ഇങ്ങനെയുള്ള എല്ലാ സംസ്കാരങ്ങളിലും ഇതുണ്ട്. ഇതെല്ലാം പറയാൻ ശ്രമിക്കുന്നത് ദൈവമാണിത്. ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ത്യാഗത്തിന്റെ തലമുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ തന്നെ കഴിക്കണമെന്ന്, പക്ഷെ അത് എൻ്റെ ഏറ്റവും നല്ലതിനെ ഞാൻ ദൈവത്തിന്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള കഴിക്കണം, ഭക്ഷിക്കണം താല്പര്യമുള്ള ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഒരു എൻ്റെ തന്നെ ആഗ്രഹങ്ങളെ ഞാൻ ത്യാഗം ചെയ്യുന്ന ഒരു അനുഭവം ഈ നൽകുന്നതിലൂടെ ഉണ്ട്. മൂന്നാമത്തേത്, സത്യത്തിൽ ഏറ്റവും നല്ലതിനെയാണ് കൊടുക്കുന്നത്, ഊനമറ്റത്, അല്ലെ, ശുദ്ധിയുള്ളത്, അങ്ങനെയൊക്കെ പറഞ്ഞാണ് കൊടുക്കുന്നത്. ബെസ്റ്റ് ആൻഡ് ദ ഫസ്റ്റ്, ആദ്യത്തേതും ഏറ്റവും നല്ലതിനെയാണ് കൊടുക്കുന്നത്. അപ്പോ എന്തായിരിക്കാം അത്? സത്യത്തില് ഒരു യുവാവ് അവന്റെ യുവത്വം ദൈവത്തിന് സമർപ്പിക്കുന്നു, അല്ലെ? ഒരു സന്യാസ പൗരോഹിത്യക്ക് എടുക്കുക, യുവത്വമാണ് സമർപ്പിക്കുന്നത്, ഒരു പ്രായമായിട്ടല്ല. എല്ലാ മോഹങ്ങളും ആഗ്രഹങ്ങളും ദൈവത്തിന് സമർപ്പിക്കുന്നു. രണ്ടാമത് ജനത്തിന് സമർപ്പിക്കുന്നു, ഞാൻ എൻ്റെ ജീവിതം നിനക്കായിട്ട് സമർപ്പിക്കുന്നു. പങ്കാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമർപ്പിക്കുന്നു, അല്ലെ?
അപ്പോൾ ഞാൻ സമർപ്പിക്കുന്നത് എന്ത് ബെസ്റ്റ് ആണ്, എൻ്റെ ഏറ്റവും നല്ലതിനെയാണ് ഞാൻ സമർപ്പിക്കുന്നത്. രണ്ടാമത്തേത് എൻ്റെ സമയം, അല്ലെ, ദ പ്രൈം ഓഫ് മൈ ടൈം പ്രയോറിറ്റൈസ് ചെയ്യാണ്. എൻ്റെ സമയം നിനക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഇങ്ങനെ ഈ ബെസ്റ്റിനെ നൽകിയത്, എൻ്റെ തന്നെ സന്തോഷങ്ങളെ നൽകിയത്, അല്ലെങ്കിൽ ദൈവം തന്ന ദാനമാണെന്ന ചിന്തയോടെയൊക്കെ നൽകിയത്. സത്യത്തിൽ ഇങ്ങനെ നൽകിയപ്പോൾ നമുക്ക് കിട്ടുന്നത് പിറുപിറുപ്പാണ്, അത് ഇച്ഛാഭംഗമാണ്. അയ്യോ കൊടുത്തല്ലോ. നമ്മൾ നേർച്ചയിടുന്നു, പള്ളിയിൽ നേർച്ചയിടുന്നു. നേർച്ചയിട്ട് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരം എന്താണ്? അയ്യോ എൻ്റെ പൈസ പോയല്ലോ, അല്ലെങ്കിൽ ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലും ചെയ്യാമായിരുന്നു. അല്ലെ, ചിലപ്പോഴെങ്കിലും നമ്മൾ പലവിധമാണ് പൊതുജനം ബഹുവിധം എന്നാണ് പറയുന്നത്. അപ്പോൾ ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ട്. നൽകുവാനായിട്ട് മനസ്സില്ലാത്ത ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാം എൻ്റേത് എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു തലത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ആദ്യ ഫലങ്ങൾ ദൈവത്തിന് നൽകണം എന്നത്. ഇത് സത്യത്തിൽ ഒരു ഐഡിയലിസമാണ്, ഒരു ആശയമാണ്. ഇന്നോളം ഈ ഭൂമിയിൽ നമ്മൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ടതിനെ, വിലയുള്ളതിനെ നൽകിയിട്ടാണ്, അല്ലെ. ഇനി ക്രിസ്തുവിലൂടെ ദൈവം തന്നെ ഇതാണ് നൽകുന്നത്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നൽകുവാൻ തക്കവിധം സ്നേഹിച്ചു. അത് ഫുൾനെസ് ആണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇത് തന്നെയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അവർ നൽകുകയാണ്. സ്നേഹം കവിഞ്ഞൊഴുകുന്നതാണ്. അത് നൽകുന്നതിന്റെ അടയാളം കൂടിയാണ്. അപ്പൊ സത്യത്തില് ഈ ഹിന്ദു മിത്തോളജിയിലൊക്കെ ഈ ബ്രഹ്മാവ്, ആദിമനുഷ്യൻ സ്വയം നൽകുന്നതായിട്ടാണ് പറയുന്നത്. ദ ബെസ്റ്റ് നൽകുന്നു. നൽകുന്നത് കൊണ്ട് മാത്രമാണ് ലോകം നിലനിൽക്കുന്നത്. സ്വീകരിക്കുന്നത് കൊണ്ടല്ല, നൽകുന്നത് കൊണ്ടാണ്. നമ്മൾ അമ്മയെ ഓർക്കുന്നു. അമ്മ നൽകുന്നവളാണ്. അപ്പൻ സ്വയം അപ്പമായിട്ട് തീരുന്നതാണ്. അപ്പോ സത്യത്തിൽ ഫലം എന്നുള്ളതിന് നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം: ദ ബെസ്റ്റ്, ഏറ്റവും നല്ലത്, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ ഏറ്റവും ചെറിഷ് ചെയ്യുന്ന ഒരു ഗുണം, ഒരു നന്മ ഒക്കെ. ഇത് എത്രമാത്രം നമുക്ക് സംതൃപ്തി നൽകുന്നുണ്ട്. സത്യത്തിൽ ഇന്നോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടായ നിമിഷങ്ങളൊക്കെ ഏതാണ്? നൽകിയതാണോ അതെയോ സ്വീകരിച്ചതാണോ? ചിലർക്ക് സ്നേഹിക്കുവാനാണ് ഇഷ്ടം, പക്ഷെ ഭൂരിഭാഗം പേർക്കും സ്നേഹിക്കപ്പെടുവാനാണ് ഇഷ്ടം. സ്നേഹിക്കപ്പെടുവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാണിച്ചു കൂട്ടും, അല്ലെ. ഈ പൂച്ച വന്ന് നമ്മളെ മുട്ടിയുരുമോ, വാലൊക്കെ പൊക്കി മ്യാവ് മ്യാവ് കാണിച്ച്. എന്തിനാണ്? അപ്പൊ ഒന്ന് എടുക്കണം, തലോടണം, ഒരു ഉമ്മ കൊടുക്കണം. പക്ഷെ സ്നേഹിക്കുക എന്നുള്ളത് ചെലവുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഒരു പോയിന്റ് എടുക്കുകയാണ്. ആദ്യ ഫലങ്ങൾ നൽകണം എന്നുള്ളത് ദൈവദത്തമായ ഒരു കൽപ്പനയാണ്. ഇസ്രായേലിന്റെ ബലികളിലും കാഴ്ചകളിലും എപ്പോഴും ഈ തലം ഉണ്ടായിരുന്നു. ഒരു യഹൂദൻ എപ്പോഴും ഇന്നും അവൻ ചിന്തിക്കുന്നതാണ്, എൻ്റെ ബെസ്റ്റ് ഞാൻ ദൈവത്തിന് നൽകുന്നുണ്ടോ? ആം ഐ അക്നോളേജിങ് ഗോഡ്സ്, എന്താ പറയാ, ആ പാർട്ടിസിപ്പേഷൻ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പങ്കാളിത്തം എന്താണ്? നൽകുന്ന ദൈവം. അതുകൊണ്ട് ദൈവത്തിന് ഞാൻ നൽകണം. ഞാൻ നൽകുന്നത് ഏറ്റവും നല്ലതാണോ? ഇപ്പൊ MCC ദമ്പതികൾ എന്ന രീതിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് നൽകുന്നത്? ചിന്തിച്ചു നോക്കിക്കോ. നിങ്ങൾ നൽകുന്നത്, സിസ്റ്റർ ആൻമേരിയൊക്കെ പറഞ്ഞില്ലേ, യു ഡിപ്പോസിറ്റ് യുവർ ടൈം. നിങ്ങളുടെ സമയം നിങ്ങൾ നിക്ഷേപിക്കുകയാണ്. ഞാൻ അങ്ങനെ പറയുന്നത് ദൈവത്തിന് നൽകുന്നതാണത്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ നൽകുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ പണത്തിന്റെ വിഹിതം നിങ്ങൾ നൽകുന്നു. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെല്ലാം ഞാൻ വിശ്വസിക്കുന്ന ആദ്യ ഫലം തന്നെയാണ്, അല്ലെ. അധ്വാനിക്കുന്നതൊക്കെ നമ്മൾ എന്താണ്? നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയാണ്, സംതൃപ്തിക്ക് വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സത്യത്തില് ഈ ഒരു ചിന്തയുടെ വെളിച്ചത്തിൽ ഒന്ന് സംസാരിക്കാം. ആർക്ക് വേണമെങ്കിലും നൽകുന്നതിലൂടെ നമുക്ക് എത്രമാത്രം വളരാനായിട്ട് പറ്റുന്നുണ്ട്. അത്തരത്തിൽ ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന സംതൃപ്തി, സന്തോഷം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതെയോ നൽകുന്നത് സത്യത്തിൽ നഷ്ടം എന്നുള്ളതാണോ നമ്മുടെ ചിന്ത? അതുകൊണ്ട് ഞാൻ അകലം പാലിക്കുന്നുണ്ടോ? നൽകുന്നതിൽ മടുപ്പ് കാണിക്കുന്നുണ്ടോ? എൻ്റെ സമയവും എൻ്റെ കഴിവുകളും മറ്റുള്ളവർക്കായിട്ട് നൽകുന്നതിൽ എനിക്ക് മടുപ്പോ നഷ്ടമായിട്ടോ കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ചോദ്യം ക്ലിയർ ആണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് റിഫ്ലക്ഷന്റെ ഭാഗമാണ്. വെറുതെ നിങ്ങൾ തമ്മിൽ രണ്ടുപേരും കൂടി ഒന്ന് സംസാരിക്കുക. ഈ ഒരു ചിന്ത നിങ്ങളുടെ ദാമ്പത്യത്തിലാകാം, നിങ്ങളുടെ പൊതുജീവിതത്തിലാകാം, മിഷണറി ജീവിതത്തിലാകാം, ഓക്കെ, നമ്മുടെ ശുശ്രൂഷയിലാകാം, എന്തുമാകട്ടെ. ഓക്കെ, ആരാണ് സംസാരിക്കുന്നത്? 2-3 കപ്പിൾസ് നമുക്ക് സംസാരിക്കാം.
സ്ഥിരം സംസാരിക്കുന്നവരൊന്ന് സംയമനം പാലിക്കുക. പുതിയ ആളുകൾക്ക് ഒരു ചാൻസ് കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും. എല്ലാവരും ഒന്ന് അലർട്ട് ആവുക കേട്ടോ. നമുക്കൊന്ന് ഓക്കെ, ഹു ഈസ് ദേർ? ആരാണ് ഒന്ന് വോളണ്ടിയർ ചെയ്യുക? അച്ഛാ, ഞങ്ങൾ ഫ്രാൻസിസ് ശാന്ത. വെരി ഗുഡ്. പോരട്ടെ, മുക്കന്നൂര്. മുക്കന്നൂര്. എന്റെ ഭാര്യ ശാന്ത എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ദൈവത്തിന് വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ നമ്മുടെ കാര്യങ്ങൾക്ക് ദൈവം സമയം കണ്ടെത്തുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് അത് ഒരു മുട്ടുണ്ടാകാതെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കാറുണ്ട്. പലപ്പോഴും വളരെ വിഷമസന്ധിയിലൂടെ കടന്നുപോയാലും അതിന്റെ അവസാനം വളരെ ഭംഗിയായി തീരാറുണ്ട്. അപ്പോ ഈ അച്ഛൻ പറഞ്ഞ ഈ ചിന്തയോടുകൂടി വെച്ച് നോക്കുമ്പോൾ അത് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ചിന്തയായി എനിക്ക് തോന്നുന്നു. അച്ഛൻ പറഞ്ഞല്ലോ നമ്മുടെ യൂത്ത്, അത് ഞങ്ങളുടെ യൂത്തിന് പ്രത്യേകിച്ച് പുരോഹിതന്മാര് നിങ്ങളുടെ യൂത്തിന്റെ ആ സമയത്ത് എല്ലാം ദൈവത്തിന് സമർപ്പിച്ചല്ലോ. അതുപോലെ തന്നെ യുവത്വം അതുപോലെ നമുക്ക് അന്ന് അത്ര ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞങ്ങള് ഞങ്ങളുടെ സമയവും ഞങ്ങളുടെ കഴിവും ഞങ്ങൾ പ്രയോഗിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ശാന്ത. ഓക്കെ, സഞ്ജയചന്ദ്രൻ പറയണ്ടോ? താങ്ക് യു. വേറെ ഏത് കപ്പിളാ ഇനി വന്നപ്പോ സംസാരിക്കും? താങ്ക് യു കേട്ടോ ഫ്രാൻസിസ് ശാന്ത, വെരി ഗുഡ്. പിന്നെ നിങ്ങള് വ്യക്തി ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിച്ചോളൂ കേട്ടോ. ഓക്കെ, വേറെ ആരാണൊന്ന് സംസാരിക്കുക? നമ്മൾ ഭൂരിഭാഗം പേരും വീഡിയോ ഓഫാണ്, ഞാൻ കാണുന്നത്. ഓക്കെ, ആരെങ്കിലും? ഞാൻ പേര് വിളിക്കണ്ടെന്ന് കരുതിയാണ്. പേര് വിളിക്കാം അല്ലേ? നിങ്ങൾക്ക് അതാ സന്തോഷം എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, യെസ്. ഇനിയിപ്പോ ആരെ വിളിക്കുക എന്നുള്ളതാണ്. കുറെ പേരുണ്ട്. നമ്മുടെ ജോജി തോമസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? പുത്തമ്പള്ളി ജോജി. ഓക്കെ, ജോജി കേൾക്കുന്നുണ്ടോ? ഈ വീഡിയോ ഓൺ ആക്കാതിരുന്ന ഇങ്ങനെ ഒരു ഗുണമുണ്ട്. ജോജി തോമസ് കേൾക്കുന്നുണ്ടോ? ആളില്ലാന്ന് തോന്നണം. കേൾക്കുന്നുണ്ട്, എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, ശരി. അന്ന് സംസാരിച്ചു, പറഞ്ഞത് കേട്ടായിരുന്നു. സംസാരിച്ചു. ഓക്കെ, ജോജി പറഞ്ഞോ. വീണ്ടും പോയോ? ജോജി സംസാരിക്കുന്നുണ്ടോ? ഓക്കെ, വേറെ ആരെങ്കിലും ഒന്ന് സംസാരിക്കെങ്കില്. ആള് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ആർക്ക് വേണേലും പറയാം കേട്ടോ, ഇനി ഞാൻ തോറ്റു. പുതിയ അനുഭവം കേട്ടോ. ഓക്കെ, പറഞ്ഞു. ഓക്കെ, പറഞ്ഞോളൂ. ഞങ്ങളിങ്ങനെ ചിന്തിക്കാറുള്ളത്, സ്വീകരിക്കുന്നത് കൂടുതൽ സന്തോഷം കിട്ടുന്ന കൊടുക്കുമ്പോഴാണ്. അതിന് മറിച്ച് സ്വീകരിക്കുമ്പോ ഒരു ബാധ്യതയായിട്ട് തോന്നാറുണ്ട്. സ്വീകരിച്ചാൽ കൊടുക്കണം, പക്ഷെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കൊടുക്കാം, നമ്മുടെ സൗകര്യത്തിന് കൊടുക്കാം, നമുക്ക് സൗകര്യമായിട്ട് കൊടുക്കാം. അതുകൊണ്ട് സ്വീകരിക്കുന്നതിൽ നല്ലത് കൊടുക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾ അത് ചെയ്യാറുള്ളൂ അങ്ങനെ തന്നെയാണ്. അതൊരു പുതിയൊരു ആശയമാണ്. അതായത് സ്വീകരിച്ചാൽ നമുക്ക് അതൊരു ബാധ്യതയായിട്ട് കടമായിട്ട് തോന്നാറുണ്ട്. കാരണം സ്വീകരിച്ചാൽ നമ്മൾ കൊടുക്കണത് ഒരു ബാധ്യതയാണ്, അത് നമ്മൾ കൊടുക്കണത്. കൊടുക്കുന്നത് സ്വാതന്ത്ര്യമാണ്.
സ്വീകരിക്കാതിരുന്നാൽ നമുക്ക് സ്വതന്ത്രമായിട്ട് കൊടുക്കാം. നമ്മളിപ്പോ ഇന്ന ആൾക്കാർ ഇന്ന വിധത്തിൽ കൊടുക്കണമെന്നുണ്ടാവില്ല. ഓ ഓക്കെ, നല്ല രസം. ഞാൻ ചിന്തിക്കാറ് അവര് തിരിച്ചു തരുന്നുള്ളവർക്ക് കൊടുക്കാറുമില്ല, തിരിച്ചു തരില്ല എന്നുള്ളവർക്ക് അധികം കൊടുക്കാറ്. ഓക്കെ, നിങ്ങളിപ്പോ എല്ലാരും വിളിക്കും കേട്ടോ അങ്ങനെയാണെങ്കിൽ. ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു കേട്ടോ. ഡേസി ചേച്ചികളും പറയാനുണ്ടോ? സെയിം തന്നെ. സെയിം തന്നെയാണ്. ഓക്കെ, വേറെ ആരൊക്കെയാണ് ഒന്ന് ആഡ് ചെയ്യാവുന്നത്? കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോട് പറയുന്ന ആളാണെങ്കിൽ ഈ ചിലവര് ഭയങ്കര ലാവിഷായിരിക്കും, നിർലോഭം എല്ലാം കൊടുക്കും. ഞാനിപ്പോ ഇന്ന് ചാൾസസിനോട് സംസാരിക്കുകയായിരുന്നു. നമ്മുടെ തിരുവതിലൊരു ഓടനാട്ട് ജോസ് എന്ന് പറഞ്ഞ അച്ഛനുണ്ട്, ഓടനാട്ട് അച്ഛൻ. അപ്പൊ ഞാൻ ഈ റീജൻസി ചെയ്യുന്ന സമയത്ത് പുള്ളി അന്ന് ഐശ്വര്യഗ്രാമിലായിരുന്നു. അപ്പൊ പുള്ളീനെ വെറുതെ കാണാൻ വേണ്ടി ചെന്നപ്പോ എനിക്ക് വാച്ച് കെട്ടുന്നത് ഇഷ്ടമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് വാച്ച് കെട്ടാതിരുന്നതാണ്. പുള്ളിക്കാരൻ നിനക്ക് വാച്ച് ഇല്ലടാ, ഒരു പുള്ളിക്കാരന്റെ വാച്ച് അടിച്ചിട്ട് എന്റെ കൈ കെട്ടി തന്നു. പോയി എന്ന് പറഞ്ഞു. റീജൻസി ഒക്കെ ചെയ്യാൻ മണിയൊക്കെ അടിക്കണം, അപ്പൊ ബെല്ലടിക്കാൻ സമയമൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അത് തന്നു വിട്ടു. ഉറക്കെയാണ്. അതുപോലെ ഇന്നിപ്പോ ചാൾസ് അച്ഛനും പറയാണ്, പുള്ളി അതുപോലെ കാർ എടുത്തിട്ട് പുള്ളിയുടെ ചേട്ടന്റെ മോൻ അച്ഛനുണ്ട്, പുള്ളിക്ക് കൊടുത്തിട്ട് ഇതുകൊണ്ട് വിറ്റിട്ട് എന്തെങ്കിലും ചെയ്തോളാം. പുള്ളിയുടെ കാറാണ് എടുത്തു കൊടുക്കുന്നത്. അപ്പോ ചിലവർക്ക് അങ്ങനെയാണ്, കൊടുക്കുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദമായിരിക്കും. അത് റയർ ആളുകളാണ്. പക്ഷെ ചിലവര് പലരുടെയും കൈകൾ ഇങ്ങനെ അടഞ്ഞിരിക്കും. ഇപ്പൊ ഞാനൊക്കെ ഇതിപ്പെടുമെന്ന് എനിക്കറിയില്ല, എന്നാലും പറയുകയാണ്, ചിലവർക്ക് അത് കൊടുക്കുക എന്നുള്ളത് വലിയൊരു സന്തോഷ അനുഭവമാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ ഈ പറയുമ്പോൾ ചിന്തകളിൽ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ എന്താ പറയാ, സാധനങ്ങൾ മാത്രമല്ല കൊടുക്കാനായിട്ട് സാധിക്കുക. പക്ഷെ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് തോന്നുന്നത് ചിലത് മറ്റുള്ളവർക്കായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അതും ഈ ഇന്നത്തെ വചനഭാഗം പറയുന്നത് പോലെ അത് ത്യാഗത്തിന്റെ തലമുണ്ട്. ദൈവത്തെ നന്ദി പറയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ദൈവത്തോട്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും നല്ലത് അതിന് ഞാൻ ദൈവത്തിന് കൊടുക്കുമ്പോൾ ഞാനും ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാവുകയാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് ഒന്ന് പോവുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നഷ്ടബോധം വരേണ്ട യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ ഇവിടെ ഇതുവരെ എത്തിയത് നമ്മൾ പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ പോലും ആ പരിശ്രമത്തിന്റെ ഭാഗം പോലും ആരോഗ്യം പോലും നമുക്ക് ദാനമായിട്ട് തന്നെ കിട്ടിയതാണ്. അതിന് ഫലമുണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുക. ആ അവസ്ഥ തന്നെ സ്ഥിരമായിട്ട് ഒരേ സ്റ്റാൻഡേർഡിൽ തന്നെ നിലനിൽക്കാം, അല്ലെങ്കിൽ വളരാം, അതും അല്ലെങ്കിൽ കുറയാം. ഇത് ഏതായിരുന്നാലും നമ്മൾ ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. നമ്മൾ ചെയ്യാനുള്ള ചെയ്യുക, തരുന്ന സമയത്തിനനുസരിച്ച്. അതിൻ്റെ കൂടുതൽ ദുഃഖമോ സന്തോഷത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കിട്ടുന്ന സമയം വിനിയോഗിക്കുക എന്നുള്ളതിൽ മാത്രം ഒതുങ്ങുക എന്നുള്ളതാണ് നമ്മുടെ കടമ എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഒരു മനോഭാവം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങ് പറയുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് ഒന്ന് പോവുകയാണ്. മോശയുടെ നിയമം അനുസരിച്ച് നിയമാവർത്തനം മോശ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ. അപ്പോ മോശ പറയുകയാണ്, എവിടെയാണ് നമ്മൾ ഇത് നൽകേണ്ടത്? ആദ്യ ഫലങ്ങളൊക്കെ നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകണം. നാമം സ്ഥാപിക്കുന്നതാണ്, ദൈവത്തിന്റെ നാമം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദേവാലയം എന്നുള്ളത് ജെറുസലേമാണ്. പക്ഷെ ജെറുസലേം ദേവാലയത്തിൽ എന്താണുള്ളത്? ദൈവത്തിന്റെ നാമമാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ നാമം വളരെ പ്രാധാന്യമുള്ളതാണ്, ഏറ്റവും പ്രസക്തമാണ് ദൈവത്തിന്റെ നാമം. അതുകൊണ്ടായിരിക്കും അവർ രൂപങ്ങളിലോ അടയാളങ്ങളിലോ അല്ല ദൈവനാമത്തെ കൊണ്ടു നടക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ നാമമാണ് അവരെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് കൽപ്പന പോലും വരുന്നു, ദൈവത്തിന്റെ തിരുനാമം വെറുതെ പ്രയോഗിക്കരുത്. അപ്പൊ ജെറുസലേം ദേവാലയത്തിൽ എന്താണുള്ളത്? ദൈവത്തിന്റെ നാമമാണ്. ഈശോയ്ക്ക് പേര് നൽകണം എന്ന് പറയുന്നതാണ്, യേശു എന്ന പേര് നൽകണം, എന്റെ നാമം വഹിക്കുക എന്നൊക്കെയാണ് ബൈബിളിലൊക്കെ പറയുക. എന്റെ നാമം വഹിക്കുക, നെറ്റിയില് നാമം വഹിക്കണം എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ നമ്മളെല്ലാവരും ദൈവത്തിന്റെ നാമം വഹിക്കുന്നവരാണ്. നമ്മളിൽ എല്ലാവരിലും ദൈവനാമം ഉണ്ട്. ഈ ഇസ്രായേൽ ജനത്തിന്റെ പേരിടുന്നത് തന്നെ നോക്കി. ഇപ്പോ നത്താനയേൽ എന്ന് നമ്മൾ പറയില്ല, നത്താനിയേൽ, അതിന്റെ അർത്ഥം എന്താണ്? ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് അർത്ഥം. നത്താൻ എന്ന് പറഞ്ഞാല് നത്താന, ടു ഗീവ്, നൽകുക, നത്താൻ, നത്താന. അപ്പോ ദൈവം നൽകി.
യോഹന്നാൻ ദൈവത്തിന്റെ കാരുണ്യം, യാഹ്വേ അല്ലെ. ഒബാദിയ ഒരു പേര്, ഒബാദിയ. എബദ് എന്ന് പറഞ്ഞാല് ദാസൻ, യാഹ്വേ യാഹ് കണ്ടോ. അതിന്റെ മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നതാണ് അബ്ദുള്ള, എബദ് അള്ളാഹ്. അപ്പൊ അള്ളാഹയുടെ ദാസൻ അവരങ്ങനെ പറയും. പക്ഷെ യഹൂദരാണെങ്കിൽ അത് ഒബാദിയ എന്ന് പറയും. ലാസാർ, ദൈവം സഹായം ഉണ്ടോ, ലാസർ. ഓക്കെ, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാം തങ്ങളുടെ പേരിനോടൊപ്പം തന്നെ ദൈവത്തിന്റെ നാമവും ചേർക്കും. യഹൂദരുടെ പേരെല്ലാം അങ്ങനെയായിരിക്കും വരിക. നമ്മളുടെ പോലെ ആ പേര് ഈ പേര് അങ്ങനെയായിരിക്കില്ല. ശബ്ദങ്ങളാണ് നമ്മളുടെ പേരുകൾ പലതും. ശബ്ദങ്ങൾ, അർത്ഥമില്ല, വെറും ശബ്ദങ്ങളായിരിക്കും. അതേസമയം യഹൂദരുടെ നാമത്തിൽ എപ്പോഴും പേരിനോടൊപ്പം ഈ ദൈവനാമവും കൂടി അവർ കൂട്ടിച്ചേർക്കും. അത്തരത്തിലാണ് ഉപയോഗിക്കുകയുള്ളൂ. ഓക്കെ, പൊതുവില് കേട്ടോ, എല്ലാമല്ല, പൊതുവിൽ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ ഭവനത്തിൽ നമുക്ക് ദൈവത്തിന്റെ നാമം സ്ഥാപിക്കാം അല്ലെ. ക്രിസ്തു വീടിന്റെ നായകൻ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ദൈവത്തിന്റെ നാമമാണ് നമ്മൾ ആ വീട്ടിലുള്ളതെന്ന് വിശ്വസിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ നാമം ശക്തിദായകമാണ്. അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നത് ദാവീദിന്റെ പുത്രനായ യേശുവേ കനിയണമേ. അതായത് ആ നാമം വിളിച്ചപേക്ഷിക്കുക. ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു ക്രിസ്തുവിൻ്റെതല്ലാതെ. നാമത്തിന്റെ ശക്തിയെ പറ്റി തീർച്ചയായിട്ടും നമ്മൾ അറിയണം, സംസാരിക്കണം നാമത്തിന്റെ ശക്തി. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ ദൈവനാമം വിളിച്ചപേക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ചിലർ എന്ത് പറയുമ്പോൾ ഈശോ എന്ന് പറയും. പിടിവെട്ടുമ്പോ ഈശോ എന്ന് പറയും. ആ നാമത്തെയാണ് ആശ്രയിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് അപകടം വരുമ്പോൾ ഈശോ എന്ന് അറിയാതെ പറയും. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്റെ മരണസമയത്ത് പോലും നിന്റെ നാമം ഉച്ചരിക്കാൻ ഇടയാകട്ടെ. അതൊരു സത്യത്തിൽ ഒരു പരിശീലനവും കൂടിയാണ്. എനിക്ക് എൻ്റെ അല്ലെ ബോധരഹിതമായിട്ട് ഒരുപക്ഷെ ഉള്ളിൽ ബോധം പോലും ഇല്ലാത്ത സമയത്ത് ഞാൻ ഉച്ചരിക്കാൻ പോകുന്നത് എന്താണ്? ഈശോയുടെ നാമമാണോ അതെയോ മറ്റെന്തെങ്കിലും ആണോ അല്ലെ. ഇന്ന് നമുക്ക് ഒരുപാട് ഇപ്പൊ മോശം വാക്കുകൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. തെറിപ്പദങ്ങള്, അശ്ലീല പദങ്ങള്. ചിലവർ ഇതൊക്കെ സപ്രസ് ചെയ്ത് വയ്ക്കും, അടിച്ചമർത്തും. എന്നിട്ട് സുബോധം നഷ്ടപ്പെടുമ്പോൾ ഈ അടിച്ചമർത്തിയതൊക്കെ കയറി വരും. ചിലർ വിശുദ്ധരാണെന്ന് പ്രഖ്യാപിക്കുന്നവരൊക്കെ ഉണ്ട്. അയ്യോ ഞാൻ വിശുദ്ധിയുള്ളവരാണ്, അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള ചിന്തകൾ പോലും അടിച്ചമർത്തി വയ്ക്കും. പക്ഷെ ഒരു സമയമാകും ഇതെല്ലാം അവർക്ക് നാണക്കേടായിട്ട് മാറും. ബോധം മറയുന്ന സമയത്തൊക്കെയോ അല്ലെങ്കിൽ സോഡിയം കുറയുമ്പോഴൊക്കെയോ വരുന്നു. അപ്പോൾ ദൈവത്തിന്റെ നാമം സ്ഥാപിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത സ്ഥലമാണ് ജെറുസലേം ദേവാലയം. ഇനി നമ്മൾ തീർത്ഥാടനമൊക്കെ നടത്തുന്നതാണ്. ചില സ്ഥലങ്ങളെ ദൈവം പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പൊ ജെറുസലേമിനെ ദൈവം തെരഞ്ഞെടുത്തു തന്റെ ആലയം പണിയുവാൻ, തന്റെ നാമം സ്ഥാപിക്കാൻ പ്രത്യേക സ്ഥലങ്ങളെ തിരഞ്ഞെടുക്കുന്നു, ചില വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നു. തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ അത്തരത്തിൽ ഒരു പക്ഷേ നമുക്ക് പരിഗണിക്കാം. എന്താണ് ഇതിന് പ്രത്യേകത ആ സ്ഥലത്തേക്കാളും എന്ന് പറഞ്ഞാല് ദൈവം തന്റെ നാമം സ്ഥാപിക്കാൻ, തന്റെ മഹത്വം പ്രകാശിപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്ന ചില സ്ഥലങ്ങളാണ്. ബൈബിളിൽ നമ്മൾ എപ്പോഴും കാണുന്നുണ്ട് ജെറുസലേമിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്, ചില വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നത് കാണുന്നു. ഇത് തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ ഒരു ദൗത്യവും കൂടി നൽകുന്നുണ്ട്. ജെറുസലേമിന്റെ ദൗത്യം എന്താണ്? ആ സ്ഥലം തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ മറ്റേത് സ്ഥലങ്ങളെക്കാളും ശ്രേഷ്ഠമായെങ്കിൽ ആ സ്ഥലത്തിന് ചില പ്രത്യേക ദൗത്യങ്ങളുണ്ട്. ദൈവത്തിന്റെ നാമത്തിന് ഉതകുന്നതേ അവിടെ നടക്കാവൂ. ക്രിസ്തു ശുഭിതനായി ജെറുസലേം ദേവാലയം ശുദ്ധീകരിക്കുന്നുണ്ട്. ജെറുസലേം ദേവാലയത്തിൽ നടക്കേണ്ടത് നടക്കാതെ, നടക്കാൻ പാടില്ലാത്തത് നടന്നപ്പോൾ അവൻ കോപാകുലനാകുന്നു. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾക്കും ഇടങ്ങൾക്കും അതിൻ്റെതായ ക്വാളിറ്റി, യോഗ്യതകൾ എപ്പോഴും പ്രകാശിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ MCC ദമ്പതികൾ എന്ന രീതിയിൽ നിങ്ങൾ ഒരു പക്ഷേ സന്തോഷത്തോടെ ഏറ്റുപറയുന്നതാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. മറ്റു ദമ്പതികളിൽ നിന്ന് വ്യത്യസ്തരാണ്. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്താണ് തന്റെ നാമം സ്ഥാപിക്കാനാണ്. ഈവൻ ആ പേര് നോക്കിയ മിഷണറി കപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ പ്രേക്ഷിത ദമ്പതികളാണ്. അതിന്റെ കൂടെ ആ നാമവും കൂടി ചേർക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ നാമത്തിന്റെ യോഗ്യമായ രീതിയിൽ ഞാൻ പ്രവർത്തിക്കണം. ക്രിസ്തുവിന് യോജിച്ച രീതിയിൽ എൻ്റെ ജീവിതത്തിന്റെ ശൈലികൾ ഉണ്ടാകണം. എൻ്റെ ജീവിതത്തില് അതിൻ്റെ സാധ്യതകൾ ഉണ്ടാകണം. അപ്പൊ എൻ്റെ ദൈവത്തിന്റെ നാമം എൻ്റെ വീട്ടിൽ ഉണ്ടാകണം, എൻ്റെ വ്യക്തിത്വത്തിൽ ഉണ്ടാകണം, ഞാൻ ഇടപെടുന്ന ഇടങ്ങളിൽ ഉണ്ടാകണം. 3 തലങ്ങളിൽ ഞാൻ പറയുകയാണ് നമുക്ക് ദൈവനാമത്തിന്റെ മഹത്വം പ്രകാശിപ്പിക്കണം. 1 എൻ്റെ വ്യക്തി ജീവിതത്തില്, 2 എൻ്റെ വീടകത്ത്, 3-മത്തേതോ ഞാനായിരിക്കുന്ന വ്യാപരിക്കുന്ന മേഖലകളിൽ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും കൂടെ സംസാരിക്കുക. ഈ ദൈവനാമത്തിന്റെ മഹത്വവും അതിന്റെ യോഗ്യതയും നമ്മുടെ ഈ 3 ഇടങ്ങളിലും നമുക്ക് പ്രകാശിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? വെറുതെ ഒന്ന് സംസാരിക്കുക. എന്നിട്ട് സാധിക്കുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ആക്കുക കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഈ പരിപാടി എന്ന് ഞാൻ സ്നേഹത്തോടെ പറയുകയാണ്. ഓക്കെ,
ഓക്കെ, നിങ്ങൾ സംസാരിച്ചിട്ട് ഇതിനോടൊന്ന് കൂട്ടിച്ചേർത്ത് ആർക്കും വേണമെങ്കിൽ സംസാരിക്കാം. ഇപ്പൊ ദൈവനാമത്തിന്റെ ശക്തിയിൽ അത്ഭുതങ്ങൾ ചെയ്തവരുണ്ട്. പത്രോസും പൗലോസും എല്ലാവരും അത്ഭുതം ചെയ്യുന്നത് ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന്. ഓക്കെ, ആർക്കാണെങ്കിലും സംസാരിക്കാം കേട്ടോ, ആർക്ക് വേണമെങ്കിലും. അച്ഛാ പറഞ്ഞോളൂ. ഞാൻ മറ്റേ മസ്കറ്റിലാണ്. അപ്പൊ കുറച്ച് അസൗകര്യങ്ങളുണ്ട്. എന്നാലും ഞാൻ ഈ ഇത് പറഞ്ഞപ്പോഴേ നമ്മള് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയില് അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പ്രത്യേകമായിട്ട് ദൈവത്തിന്റെ നാമത്തിനെ ഓർക്കാൻ വേണ്ടി നമുക്കൊരു പ്രാർത്ഥനയിൽ നമ്മളോട് പറയുന്നുണ്ട്. അതുപോലെ ഏത് സമയവും നമ്മളുടെ കുടുംബ ജീവിതത്തിലായാലും ദാമ്പത്യ ജീവിതത്തിലായാലും നമ്മൾ എപ്പോഴും ദൈവമേ അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ MCC ദമ്പതികൾ, പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ പ്രേക്ഷിത ദമ്പതികളായ ആളുകൾ എപ്പോഴും ക്രിസ്തുവിന്റെ നാമവും ദൈവനാമവും ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ഒരു ബോധ്യമാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഓക്കെ, താങ്ക് യു, വെരി ഗുഡ്. വേറെ ആർക്കെങ്കിലും സംസാരിക്കാം? അച്ഛാ, ഞാന് ശാന്ത മൂക്കന്നൂർ. ഓക്കെ, പറഞ്ഞു. വ്യക്തി ജീവിതത്തില് നമ്മള് ഒരു വിശ്വാസം ഏറ്റുപറയുന്ന അല്ലെ, ആഴമുള്ള ഒരു വിശ്വാസമുള്ള ഒരു വ്യക്തിയായിട്ട്, ഒരു പ്രാർത്ഥനയുടെ വ്യക്തിയായിട്ട് നമ്മൾ മാറണം. പിന്നെ നമ്മള് കുടുംബത്തിന്റെ തലത്തിൽ നോക്കുമ്പോൾ നമ്മൾ നല്ല മാതൃകകളായിരിക്കണം. അതൊരു കുടുംബ ജീവിതത്തില് നമ്മള് മക്കൾക്ക് അതൊരു സാക്ഷ്യമായിരിക്കണം. ദൈവ വിശ്വാസം ഏറ്റുപറയുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറണം. പിന്നെ സാമൂഹിക തലത്തിലേക്ക് വരുമ്പോഴും നമുക്ക് ഒരു സാക്ഷ്യം നൽകാൻ കിട്ടുന്ന അവസരങ്ങള്, ദൈവത്തെ ഏറ്റുപറയാൻ കിട്ടുന്ന അവസരങ്ങള് നമ്മള് പ്രയോജനപ്പെടുത്തണം. പിന്നെ നമ്മുടെ പെരുമാറ്റവും എല്ലാം, പെരുമാറ്റത്തിൽ നിന്നൊക്കെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തില് നമ്മള് ജീവിക്കണം. ഓക്കെ, താങ്ക് യു ശാന്തി ചേച്ചി. ഇന്ന് ഏതായാലും മൂക്കിൻകാരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ സമയത്തിന്റെ കുറവുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഇനി ഇവരുടെ ഒരു രീതിയാണ് യഹൂദരുടെ, ഇത് മോശ ഇവരോട് പറയുന്നത്, നിർദ്ദേശിക്കുന്ന രീതി നോക്കുക. അതായത് ഈ ഫലങ്ങളൊക്കെ ഒരു കൊട്ടയിലാക്കി പുരോഹിതന് കൊണ്ടു കൊടുക്കണം. സത്യത്തില് ഈ ആദ്യ ഫലങ്ങളും ദശാംശം കൊടുക്കാനൊക്കെ അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ലേവ്യ ഗോത്രത്തിൽപ്പെട്ട പുരോഹിതർക്കാണ് അതൊക്കെ വിഹിതമായിട്ട് ചെല്ലുക. കാരണം മോശ മറ്റ് 11 പേർക്കും ഈ ദേശം വീതിച്ചു കൊടുത്തു, ജോഷുവയ്ക്ക് പിന്നീട്. പക്ഷെ ഈ ലേവ്യ ഗോത്രത്തിന് ഒന്നുമില്ല. അവരോട് പറഞ്ഞ കർത്താവാണ് നിങ്ങളുടെ ഓഹരി. അപ്പൊ ഇവരുടെ ജീവിക്കണം, ഇവരുടെ കുടുംബമൊക്കെ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അതിനുള്ളൊരു ഉപാധിയാണ് മറ്റുള്ളവർ എന്ത് ചെയ്യണം? കൃഷി ചെയ്ത വിഭവങ്ങളും ആടുമാടുകളുടെ ഇതൊക്കെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നു. അത് സത്യത്തിൽ ഇവർക്കാണ് പോകുന്നത്. അതുകൊണ്ട് പുരോഹിതന് കാഴ്ചവെക്കണം. അപ്പൊ ഒരു പുരോഹിതന്റെ ദൗത്യം എന്നുള്ളത് ദൈവത്തിന് വേണ്ടി ഇതൊക്കെ സ്വീകരിക്കുക. അതാണ് റെപ്രസെന്റേറ്റീവ് ആവുക, മധ്യസ്ഥൻ ആവുക. ഈ പുരോഹിതനാണ് ഈ കാഴ്ച വസ്തുക്കളൊക്കെ സ്വീകരിക്കുന്നത്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു എന്താണ് ചെയ്യുന്നത്? ക്രിസ്തു ഇതിനെല്ലാം സ്വീകരിച്ചിട്ട് പിതാവായ ദൈവത്തിന് തന്നെ ഒരു കാഴ്ചയായിട്ട് അർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇനി മുതൽ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടില് ഈ ഫലങ്ങളോ മറ്റൊന്നുമല്ല പ്രസക്തമായിട്ടുള്ളത്, മറിച്ച് ജീവിതത്തിൽ നീ പുറപ്പെടുവിക്കുന്ന സത്ഫലങ്ങൾ അല്ലെ, സ്നേഹമാകാം, കരുണയാകാം, ഇതൊക്കെയാണ് ക്രിസ്തു പറയുന്ന കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്ന ഫലങ്ങള് അല്ലെ. നല്ല സമരക്കാരുടെ ഉപമ കണ്ടോ? അതൊക്കെ പറയുന്നത് അതും അവരനെ സ്നേഹിക്കുക, അവരനെ സഹായിക്കുക, അവരന്റെ കാര്യങ്ങളിൽ ഇടപെടുക. ഇതൊക്കെയാണ് ക്രിസ്തു ദൈവത്തിന് പ്രീതികരമായി ബലിയാണ്. റോമാലേഖനം 12 പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തെ സജീവ ബലിയായിട്ട് അർപ്പിക്കുക. അതിനർത്ഥം ജീവിതഗന്ധിയായ കാഴ്ച സമർപ്പണം വിലയുള്ളതാണ്. അതുകൊണ്ടായിരിക്കും ക്രിസ്തു തന്റെ ശരീരം എടുത്തിട്ട് അതിനെ അപ്പം എടുത്തിട്ട് അതിന്റെ ശരീരമാണെന്ന് അല്ലെങ്കിൽ ഇത് പറയുക അല്ലെ. തന്റെ ശരീരം തന്നെ മരണത്തിലൂടെ നൽകുന്നു, രക്തമൊക്കെ നൽകുന്നത്. അപ്പോൾ ജീവിതം തന്നെ ബലിയാകുക. അപ്പൊ പുരോഹിതന്റെ ദൗത്യം എന്താണ്? അനുഗ്രഹിക്കുക, അത് സ്വീകരിക്കുക, അനുഗ്രഹിക്കുക.
ഇനി ഇവൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? കാഴ്ചവെക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഒരു വചനം ഇങ്ങനെയാണ്: സന്നിധിയിൽ ഇങ്ങനെ നീ പറയണം, അലയുന്ന ഒരു അരമായനായിരുന്നു എൻ്റെ പിതാവ്. അതായത് അലഞ്ഞു തിരിഞ്ഞു നടന്ന ഒരുവനായിരുന്നു എൻ്റെ പിതാവ്. ചുരുക്കം പേരോടുകൂടി അവൻ ഈജിപ്തിൽ ചെന്ന് അവിടെ പരദേശിയായിട്ട് പാർത്തു. ആരെ പറ്റിയാണ് ഈ പറയുന്നത്? യാക്കോബിനെ പറ്റി പറയുന്നത്. യാക്കോബ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞവനാണ്. ലാബാന്റെ വീട്ടിൽ 24 കൊല്ലം അവിടെ അലഞ്ഞു തിരിയേണ്ടി വരുന്നു. ഒരിടത്തല്ല ഒരുമിച്ച് താമസിക്കുക. അതുകൊണ്ടാണ് അവനെ സിറിയാക്കാരൻ എന്ന് വിളിക്കും. സിറിയാക്കാരൻ. കൽദായരുടെ ദേശത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. അരക്ഷിതമായിരുന്ന അവന്റെ ജീവിതം. ഏസാവ് അവനെ നശിപ്പിക്കാനായിട്ട് വരുന്നു, ഓടുന്നു, പലായനം ചെയ്യുന്നു. അവന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ലാബാൻ തന്നെ അവനെ പിന്തുടരുന്നുണ്ട്, ചേസ് ചെയ്യുന്നു. പിന്നീട് ഏസാവ് വീണ്ടും പ്രതികാരം ചെയ്യാൻ വരുന്നു, ക്ഷാമത്തിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ കുടുംബം മുഴുവൻ ഈജിപ്തിലേക്ക് വരുന്നു. ഈജിപ്തിൽ ചെന്ന് അവർ അസംഖ്യം ജനമായിട്ട് വളരുന്നു. കുറച്ചു പേരുണ്ടായിരുന്നത് അസംഖ്യം ജനമായിട്ട് മാറുന്നു. ഫറവോ അവരെ പീഡിപ്പിക്കുന്നു. 400 വർഷത്തോളം ഈജിപ്തിലെ അടിമത്തത്തിൽ പിന്നീട് കഴിയേണ്ടി വരുന്നു. ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായി അബ്രാഹത്തോട്, ദേശം നിനക്ക് തരും. എന്നിട്ട് ദൈവം 40 സംവത്സരം മരുഭൂമിയിലൂടെ അവരെ നയിച്ചു. അവസാനം കാനാൻ ദേശത്ത് പ്രവേശിക്കുന്നു. കർത്താവെ, നീ ഞങ്ങൾക്ക് ഈ ദേശം, ഇങ്ങനെ വാഗ്ദാനം ചെയ്ത ദേശം നീ ഞങ്ങൾക്ക് നൽകി. ഞങ്ങൾ അവിടെ കൃഷി ചെയ്തു. അതിന്റെ ആദ്യ ഫലമാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത്. സി, കാഴ്ചവെപ്പിന്റെ മനോഭാവം ഇതാണ്. എൻ്റെ കഴിഞ്ഞ കാലം, എൻ്റെ പൂർവികരുടെ കാലം, അവിടെ എല്ലാം നിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഏറ്റവും മീനായിട്ടുള്ളൊരു കാര്യം കൂടി പറയുന്നത്, ഞങ്ങൾക്ക് വീടുണ്ടായില്ല, പാർപ്പിടം ഉണ്ടായില്ല, ഞങ്ങൾ നോമാഡിക് ലൈഫ്, അലഞ്ഞു തിരിയുന്നവരായിരുന്നു. സൊജോൺ എന്നാണ് പറയുന്നത്, സൊജേണേഴ്സ് അല്ലെ, അലഞ്ഞു തിരിയുന്നവരായിരുന്നു ഞങ്ങള്. പക്ഷെ നിന്റെ വാഗ്ദാനം നീ നിറവേറ്റി. ഞങ്ങൾക്ക് നീ വാഗ്ദാനം ചെയ്ത ദേശം തന്നു. അവിടെ ഞങ്ങൾ കൃഷി ചെയ്തു. അതുകൊണ്ട് ഈ ആദ്യ ഫലം നിന്റേതാണ്. ഓക്കെ, ഇതൊരു വലിയൊരു മനോഭാവമാണ്. അതായത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഒരു ദൈവത്തിന് ഞാൻ നൽകുന്ന ഒരു സമ്മാനവും കൂടിയാണ് ഇത്. അതിനാൽ ഇതെന്താണ്? ഇതൊരു ഓർമ്മയാണ്, അല്ലെ? ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തു. നമ്മൾ സത്യത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നവരാണ്. ഇന്ന് ഏറ്റവും അധികം തർക്കങ്ങളൊക്കെ നടക്കുന്നത് വിശുദ്ധ കുർബാന എങ്ങനെ ചൊല്ലണം എന്നതിനെ പറ്റിയാണ്. സത്യത്തിൽ ഈ ഒരു ഡയമെൻഷൻ മറന്നു കളയുകയാണ്. നോക്കുക, പ്രധാനപ്പെട്ട ഡയമെൻഷൻ എന്താണ്? ഇതാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ചൊല്ലിയ നന്മകളെ പറയും. അതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ഇട്ട പേരെന്താണ്? യൂക്കരിസ്റ്റ് എന്നാണ്. എവുക്കരിസ്റ്റ് എന്ന് പറഞ്ഞാല് താങ്ക്സ് ഗീവിങ്, കൃതജ്ഞതാ പ്രകാശനം എന്നാണ് വിശുദ്ധ കുർബാനയ്ക്ക് ഗ്രീക്കിലൊക്കെ പറയുക. യൂക്കരിസ്ത്യ. നോക്കുക, സത്യത്തിൽ വിശുദ്ധ കുർബാന ചൊല്ലുമ്പോ, അർപ്പിക്കുമ്പോ നമ്മള് ഈ അപ്പവും മീഞ്ഞും നമ്മൾ ഉയർത്തല്ലോ. കൂദാശാവചനം കഴിയുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, വൈദികൻ ചൊല്ലുന്നത്. ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ശത്രുക്കളെ പരാജിതരാക്കി, ബലഹീനമായ ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയെ നിന്റെ മനുഷ്യാവതാരത്താൽ നീ മഹത്വമണിയിക്കുകയും ചെയ്തു. അതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അല്ലെ? നമ്മുടെ വിശുദ്ധ കുർബാനയിൽ, സീറോ മലബാർ റീത്തിലെ എല്ലാം കൺക്ലൂഡ് ചെയ്യുന്നത് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സത്യത്തില് ഈ ബലിയർപ്പകന്റെ ഡിസ്പോസിഷൻ, മനോഭാവം എന്നുള്ളത് നന്ദിയുടേത് ആണ് എന്നുള്ളതാണ് ഇതെല്ലാം പറയുന്നത്. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ അതുകൊണ്ട് ഇതെല്ലാം കയറി വരുന്നുണ്ട്. ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ ഓർക്കുന്നു. നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഈ മനോഭാവം ഇതാണ്, അല്ലെ? ദൈവം എന്നെ ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് എടുത്തുയർത്തി, നന്ദി. പാപതലങ്ങളിൽ നിന്ന് എന്നെ അവൻ ഉയർത്തി, നന്ദി, അല്ലെ? അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ദശാസന്ധികള്, കഷ്ടതകള്, എൻ്റെ വീഴ്ചകള്, ബലഹീനതകള്, ദൗർബല്യങ്ങള്, ഇവിടെ എല്ലാം നീ എനിക്ക് ശക്തി നൽകി. അപ്പോ ഇതെല്ലാം അർപ്പിക്കാനും ഏറ്റുപറയാനുള്ള ഒരു ഇടമാണ് വിശുദ്ധ കുർബാന. ഓക്കെ, നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ചിലവര് അച്ഛൻ ചൊല്ലുന്ന രീതി അത് അവർക്ക് ഇഷ്ടമാകും, അതുകൊണ്ട് ആ അച്ഛന്റെ കുർബാന നല്ലതാണ്. ഓക്കെ, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇനി ചിലവരൊക്കെ നമ്മൾ കാഴ്ച സമർപ്പണം നടത്തുന്നു. ഞാന് കൊച്ചനായിരുന്നപ്പോ, മേലൂര് പള്ളിയിലായിരുന്നപ്പോ കാറ്റഗിസത്തിന് നടത്തിയൊരു പരിപാടിയാണ് ചെലവുള്ള കുർബാന എന്ന് പറഞ്ഞൊരു സാധനം. ചെലവുള്ള കുർബാന. അപ്പൊ വികാരിച്ചിന് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും പുള്ളി അവസാനം ഓക്കെ പറഞ്ഞു. കാരണം പൈസ കൂടി ഏത് സമർപ്പണത്തിന്റെ. അപ്പൊ അതുകൊണ്ട് ഓക്കെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അതായത് എല്ലാ കുട്ടികളോടും പറഞ്ഞു, 400-500 പിള്ളേരെ കണ്ടിട്ടുണ്ട്, അതിൽ കൂടുതലുണ്ടെന്ന് പറഞ്ഞു. ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്ന എല്ലാവരും 1 രൂപ കാഴ്ച സമർപ്പണത്തിന് തരണം. 1 രൂപ നിർബന്ധമായിട്ട്.
പൈസ ഇല്ലാത്തവർ എന്നോട് ചോദിച്ചോളൂ, ഞാൻ തരാം. 1 രൂപ മതി, ഒരു കൊയിൻ. അപ്പൊ പിള്ളേരെല്ലാവരും 1 രൂപ കൊയിൻ ഇടും. അപ്പൊ ഈ കാഴ്ച സമർപ്പണം നടക്കണവർ ഈ കൊയിൻ താഴെ വീഴിലാണ് പിള്ളേരുടെ കയ്യിൽ നിന്ന്. കുടും കുടും, ചിലവർ ഉരുണ്ടു പോവും, ആകെ ബഹളമാണ്. എന്നാലും അത് ഇട്ടു. അപ്പോ ഏതോ ആരാണ്ടൊക്കെ പറഞ്ഞു ഇങ്ങനെ കൊച്ചച്ഛൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പുതിയ തന്ത്രമാണ്. അപ്പൊ രാവിലത്തെ കിട്ടുന്ന പൈസയെക്കാളും കൂടുതൽ പൈസ ഈ കുട്ടികളുടെ കുർബാനയ്ക്ക് കിട്ടി. അപ്പൊ വികാരിച്ചൻ പറഞ്ഞു നല്ല ഐഡിയ ആണ് എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും കാരണം പറഞ്ഞെന്താണെന്നറിയോ? ചെലവുള്ള കുർബാന. അതായത് ഈ നമ്മുടെ ഞാൻ രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ്, അത് ദിനവൃത്താന്തത്തിലുണ്ട്. 2 ദിനവൃത്താന്തം 21 ദാവീദ് രാജാവ് കാനേഷ്മാരി നടത്തുന്നു. അപ്പൊ ദൈവം അതില് അപ്രീതി കാണിക്കുന്നു, ശിക്ഷ കിട്ടുന്നു. അപ്പൊ അവനോട് ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് ഒരു ഗാദ് എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ വന്നിട്ടാണ് പറയുന്നത്, അരവന എന്ന് പറഞ്ഞ ഒരുവന്റെ മെതിക്കളത്തിൽ പോയി ബലിയർപ്പിക്കാൻ പറയുന്നു. അവിടെയാണ് പിന്നീട് ജെറുസലേം ദേവാലയം പണിയുന്നത്, ദാവീദ് ബലിയർപ്പിച്ചിടാം. അപ്പൊ ദാവീദിനെ കണ്ടപ്പോ ഈ മെതിച്ചുകൊണ്ടിരുന്ന അരവന വന്നിട്ട് പറയാം, പ്രഭു അങ്ങ് എന്തിനാണ് വന്നത്? അപ്പൊ പറഞ്ഞു, എന്റെ കർത്താവിന് എനിക്ക് ബലിയർപ്പിക്കണം. അയ്യോ, എന്റെ കാളകളെ എടുത്തോളൂ, ദഹന ബലി അർപ്പിക്കാം, അല്ലെങ്കിൽ എന്റെ കറ്റ എടുത്തോളൂ, ധാന്യബലി അർപ്പിക്കാൻ, ഏതാണെന്ന് വെച്ച് എടുത്തോളൂ. അപ്പൊ പറഞ്ഞില്ല, എനിക്ക് ചെലവില്ലാത്ത ഒരു ബലി ഞാൻ എന്റെ കർത്താവിന് അർപ്പിക്കില്ല. എനിക്ക് ചെലവില്ലാത്ത ഒരു ബലി ഞാൻ എന്റെ കർത്താവിന് അർപ്പിക്കില്ല. അപ്പൊ ഈ ഒരു ചിന്ത എന്തോ തിയോളജി കാലത്ത് കയറി. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ ബലിക്ക് നമുക്കൊരു ചെലവുണ്ടായിരിക്കണം. ഈ 1 രൂപ എന്നുള്ളത് ഒരു പ്രതീകമാണ്. എൻ്റെ വേർപ്പിന്റെ ഒരു വിഹിതം, എൻ്റെ സ്വപ്നങ്ങളുടെ ഒരു വിഹിതം. കുട്ടികൾക്ക് 1 രൂപ അന്ന് 2005 പ്രിയപ്പെട്ടതാണ്, പക്ഷെ അത് അവർ നിക്ഷേപിക്കുന്നു. അപ്പോൾ ചെലവുള്ള ഒരു കുർബാന എന്നൊരു ഐഡിയോളജി. സത്യത്തിൽ നമ്മളെല്ലാവരും ഞായറാഴ്ചയൊക്കെ നമ്മൾ പള്ളിയിൽ സ്തോത്ര കാഴ്ചയൊക്കെ ഇടും. പക്ഷെ ഈ ഒരു കാഴ്ച സമർപ്പണം, നമ്മുടെ ജീവിതത്തിന്റെ അധ്വാനത്തിന്റെ ഒരു വിഹിതം സമർപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ എല്ലായിടത്തും പ്രസക്തമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആദ്യഫലത്തോടൊപ്പം തന്നെ നമ്മുടെ ഒരു മനോഭാവവും കൂടി, ചെലവുള്ള ഒരു കുർബാന എന്നുള്ള ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിന് മുമ്പ് ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയുകയാണ്. 12ാമത്തെ വാക്യം തുടങ്ങി ഇങ്ങനെയാണ്. അത് ദശാംശത്തെ പറ്റിയാണ് പറയുന്നത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ആദ്യ ഫലത്തെ പറ്റിയാണ്, കാഴ്ചവെപ്പാണ്. ഇനി പറയുന്നത് ദശാംശമാണ്. MCCക്കാർക്ക് ദശാംശം എന്ന് പറഞ്ഞാൽ അറിയാലോ. നിങ്ങൾ എല്ലാ വർഷം വാർഷിക ധ്യാനം കൂടാൻ വരുമ്പോ ഒരു തുക കൊടുക്കാറുണ്ട്. ഇപ്പൊ ഫിനാൻസ് സെക്രട്ടറി അത് പറയാറുണ്ട്. ചിലവര് തരാറില്ല, ചിലവര് തരില്ല, ചോദിച്ചും കൊണ്ട് നടക്കണം. ചിലവരുടെ ലിസ്റ്റ് ഇങ്ങനെ കാണിക്കും. സത്യത്തിൽ അതെന്താണത്? ദശാംശം എന്ന് പറഞ്ഞാല് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നത് 10ൽ 1 എന്നാണ് അതിന്റെ അർത്ഥം. 10ൽ 1 അല്ലെ? ദശാംശം ഒരു വിഹിതമാണ്. ഇപ്പൊ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ്, വാർഷിക വരുമാനം അനുസരിച്ച് ഒരു വിഹിതമാണ് നമ്മൾ നൽകുന്നത്. അപ്പൊ നമ്മളത് ഇഷ്ടമുള്ളത് നൽകുന്നു, ആരും അത് അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. ഈ കൺസെപ്റ്റ് പഴയ നിയമത്തിൻ്റെതാണ്, ദശാംശം എന്നത്. നമ്മൾ ഇന്നും അത് അനുവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇവര് പ്രാർത്ഥിക്കുന്നത് എന്താണ്? അതായത് കർത്താവിന്റെ മുമ്പിൽ ദശാംശം കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയണം, എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവിനും പരദേശിക്ക് അനാഥനും വിധവയ്ക്കും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാല് എന്റെ വരുമാനത്തിന്റെ ഒരു വിഹിതം ഞാൻ ആർക്കൊക്കെ കൊടുക്കണം? പരദേശി, വിധവ, അതുപോലെ തന്നെ ലേവ്യൻ എന്ന് പറഞ്ഞാൽ പുരോഹിതൻ എന്നർത്ഥം. ഈ 3 ഗണത്തിനും കൊടുക്കണം. ലേവ്യൻ, പരദേശി, 4 പേര്, അനാഥർക്ക്, വിധവകൾക്ക്, അല്ലെ? നമ്മളുടെ വിഹിതങ്ങൾ പോകേണ്ടത്, അല്ലെങ്കിൽ ചാരിറ്റി എന്നുള്ളതാണ് ഇവിടെ പ്രമേയമായിട്ട് വരുന്നത്. ഓക്കെ, നേരത്തെ നിങ്ങൾ കൊടുക്കുന്നതിന്റെ സന്തോഷത്തെ പറ്റി പറഞ്ഞു. പക്ഷെ ഞാൻ കണ്ടിരിക്കുന്നത് ചിലവരൊക്കെ ചിന്തിക്കുന്നത്, അയ്യോ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ കൊടുക്കില്ല, ഉള്ളവര് കൊടുക്കട്ടെ. പക്ഷെ ഇല്ലാത്തവനും തൻ്റെ വിഹിതം ഈ ദശാംശമായിട്ട് എന്തെങ്കിലും കൊടുക്കുമ്പോൾ വളർച്ചയാണ് സത്യത്തിൽ ഉണ്ടാകുന്നത്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത്, എൻ്റെ വിലാപവേളയിൽ അതിൽ നിന്ന് ഞാൻ ഭക്ഷിച്ചിട്ടില്ല. അതായത് ദൈവത്തിന് കൊടുക്കേണ്ടത് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് എടുത്തിട്ടില്ല. വീട്ടിൽ ദാരിദ്ര്യമുണ്ട്, പക്ഷെ ഞാൻ എടുത്തില്ല. ചില വ്യക്തികളുണ്ട്, സ്വന്തം വീട്ടിൽ ദാരിദ്ര്യമാണ്, പക്ഷെ എന്നിട്ടും ദാനധർമ്മം ചെയ്യുന്ന മനുഷ്യരൊക്കെ ഉണ്ട്. വെറും മജ്ജയും മാംസവും ഒന്നും അല്ലാട്ടോ മനുഷ്യര്, ദൈവീക ചൈതന്യമുള്ള മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് ഇല്ലായ്മയിൽ നിന്നും കൊടുക്കുന്നവര്. ഒരു അന്നമ്മ ചേർത്തിയുടെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലായിടത്തും ദാരിദ്ര്യമാണ്. അപ്പോൾ ചേടത്തി അയൽവക്കത്തെ വീട്ടില്, മറിയാമ്മയുടെ വീട്ടില് വർത്തമാനം പറഞ്ഞിരിക്കും, അല്ല തങ്കമ്മയുടെ വീട്ടില് വർത്തമാനം പറഞ്ഞിരിക്കും. അപ്പോ ഈ തങ്കമ്മ എന്ത് ചെയ്യും? തങ്കമ്മ വൈകുന്നേരം ആവുമ്പോ
അത്താഴത്തിന് വെള്ളം വെക്കും. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ അന്നമ്മയോട് പറയും, എടി ഞാനും അരി ഇടട്ടെ എന്ന് പറയും. എന്താ അപ്പോഴേക്കും വെള്ളം തിളച്ച് മറിയുന്നുണ്ടാവും. അത് കമത്തി കളഞ്ഞിട്ട് അടുത്ത കലത്തിൽ വീണ്ടും വെള്ളം വെക്കും. കാരണം ആ വീട്ടിൽ അരിയില്ല. ഇവളാണെങ്കിൽ പോകുന്നുമില്ല. ഏത് തങ്കമ്മ, അല്ല അന്നമ്മ. ഈ അന്നമ്മയ്ക്ക് ഇത് മനസ്സിലായി. അന്നമ്മ എന്ത് ചെയ്തു? തന്റെ വീട്ടിൽ അത്താഴത്തിന് വെച്ചിരിക്കുന്ന 200 അരിയോ 300 അരിയോ അതിന്റെ ഒരു പകുതി എടുത്തുകൊണ്ടെന്ന് ഇവളുടെ വീട്ടിൽ കൊടുക്കുകയാണ്. കാരണം ഈ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ. അപ്പൊ ഇവക്ക് വിസ്മയമായി. ഇവളുടെ വീട്ടിൽ ഇല്ലാതിരുന്നിട്ടും ഇവൾ നൽകുന്നത് സത്യത്തിൽ അത് വലിയൊരു സാക്ഷ്യമാണ്. നമുക്കൊക്കെ ഒത്തിരി സമ്പത്ത് ഒരുപക്ഷെ സ്വരൂപിച്ചു കൂട്ടാം, പക്ഷെ നൽകുക എന്നുള്ളതാണ് ഒരുപക്ഷെ ജീവിതത്തിന്റെ ഏറ്റവും അർത്ഥം. അപ്പോൾ എന്റെ വിലാപവേളയിൽ ഞാൻ അതിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല. അതുപോലെ തന്നെ മരിച്ചവന് വേണ്ടി അതിൽ നിന്ന് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. മരിച്ചവന് വേണ്ടി. ചിലർക്ക് അന്ധവിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഈ മൃതമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു പണമാണ് ചെലവഴിക്കുന്നത്. നമുക്കൊരു കല്യാണത്തിന്റെ സെലിബ്രേഷൻ വരുന്നു, ഞാനത് മൃതമായൊരു സ്ഥലം എന്ന് പറയുകയാണ്. കാരണം വേസ്റ്റ് ആണ് ചിലതൊക്കെ, എന്നുവെച്ചാൽ ധൂർത്തടിക്കുന്നത്. അത് സത്യത്തിൽ ഈ മൃതമായ കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ അപ്രയോജനപ്രദമായ, പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. പക്ഷെ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല, മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഇവൻ ഇത് ദശാംശം കൊടുക്കുമ്പോൾ പറയുന്ന ഇതാണ്, ഞാൻ ഇതൊന്നും ചെയ്യാതെ ഞാൻ അങ്ങ് കൽപ്പിച്ചിരിക്കുന്നത് പോലെ ചെയ്യുന്നു. ഇവിടെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സാമൂഹ്യ പ്രതിബദ്ധതയാണ്. സാമൂഹ്യ പ്രതിബദ്ധത. നമ്മളെല്ലാവരും ദൈവവിശ്വാസികളാണ്, പ്രേക്ഷിത ദമ്പതികളാണ്, വൈദികനാണ്, തിരുവിവാഹം ജീവിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത എത്രമാത്രമുണ്ട്? അതായത് നിർണായക ഘട്ടങ്ങളിൽ സാമ്പത്തികമായിട്ടും അതുപോലെ മറ്റു രീതിയിലും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇത് ബൈബിൾ എപ്പോഴും ഉയർത്തുന്ന ഒരു ചോദ്യം ഇതാണ്. ഭക്തി എന്നുള്ളതിനേക്കാളും ഒരുപക്ഷെ നീ മറ്റുള്ളവരിലേക്ക് സഹായമായിട്ട് അല്ലെങ്കിൽ പ്രത്യാശ നൽകുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറുക. അപ്പൊ എന്റെ സാമൂഹ്യ പ്രതിബദ്ധതയാണ് അവസാനം സ്വർഗരാജ്യപ്രാപ്തിക്ക് പോലും കാരണമാവുക. നീ എത്ര നേരം പള്ളിയിലിരുന്നു, എത്ര വചനം പഠിച്ചു, എത്ര പേർക്ക് ഇത് ചെയ്തു അത് ചെയ്തു എന്നുള്ളതല്ല, മറിച്ച് മത്തായിയുടെ സുവിശേഷം 24-25 എന്താണ് പറയുന്നത്? അന്ത്യവിധിയെ പറ്റി പറയുന്നത്. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തോ, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുത്തോ, നഗ്നനെ ഉടുപ്പിച്ചോ, പരദേശിയെ സ്വീകരിച്ചോ, കാരാഗ്രഹത്തിലുള്ളവരെ നീ സന്ദർശിച്ചോ. ക്രിസ്തു ഇവിടെയൊക്കെയാണ് ക്രിസ്തു ബലിക്ക് അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് പുതിയ മാനദണ്ഡം നൽകുന്നത്. അതുകൊണ്ട് ദേവാലയത്തിലെ എൻ്റെ കാഴ്ചകളും എൻ്റെ ബലികൾക്കും അർത്ഥമുണ്ടാവുന്നത് ഞാൻ എത്രമാത്രം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യക്തിയായിട്ട് മാറുന്നു. ഒരുപക്ഷെ MCC ദമ്പതികൾ വ്യത്യസ്തരാകുന്നത് ഇങ്ങനെ തന്നെയാണ്. വെറും അനുഷ്ഠാനങ്ങളിലും പ്രാർത്ഥനകളിലും മാത്രം മുഴുകാതെ നിങ്ങളുടേത് കർമ്മോത്സുകമാകുന്ന ഒരു ആത്മീയത ആയിരിക്കണം. രണ്ട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഒന്ന് കാഴ്ചവെപ്പിനെ പറ്റി, രണ്ടാമത് ദശാംശം നൽകിനെ പറ്റി. ആദ്യത്തേതില് നന്ദിയോടെ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുന്നത്, എൻ്റെ ഏറ്റവും നല്ലത് നൽകുക. രണ്ടാമത്തേത് എൻ്റെ ആത്മീയത എന്നുള്ളത് സാമൂഹ്യ പ്രതിബദ്ധതയും കൂടി കൂടിച്ചേരുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളും തീർച്ചയായിട്ടും നമുക്ക് ഈ മാസം ചിന്തിക്കാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നിയമാവർത്തനം 26 ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ അച്ഛൻ വളരെ വിശദമായിട്ട് നമ്മുടെ പഴയ നിയമത്തിലെ ഈ കാര്യങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് പറഞ്ഞു തരികയുണ്ടായി. അപ്പൊ നമ്മുടെ ഈ യോഗത്തിൽ നമ്മുടെ 75-76 പേര് പങ്കെടുത്തു. നമ്മുടെ പ്രോഗ്രാമിന് നമ്മുടെ വൈൻഡിങ് അപ്പ് സെഷനിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് നന്ദി പറയുന്നതിനായിട്ട് നമ്മുടെ ബാബു റീന ദമ്പതികൾ, നമ്മുടെ ട്രെയിനിങ് മിനിസ്ട്രിയുടെ സെൻട്രൽ സോണിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. അവരെ പ്രത്യേകം ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട എല്ലാ MCC കുടുംബാംഗങ്ങളേക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾക്ക് ഇന്ന് നന്ദി പറയാനായിട്ടാണ് ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നത്. അപ്പൊ നന്ദി പറയാനായിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞപ്പോ ഞങ്ങള് ഒരു ഓർഡറൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ഏറ്റവും അധികം അച്ഛന് നന്ദി പറയുക എന്നുള്ളൊരു ഓർഡറിൽ നമ്മൾ ഒരു മനസ്സിലൊക്കെ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ്റെ ഇന്നത്തെ ക്ലാസ് ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്തപ്പോ ഞങ്ങൾ ഏറ്റവും അധികം ഞങ്ങൾ ദൈവത്തിന് നന്ദി കൊടുക്കുന്നതിന്റെ ഒരു ആവശ്യത്തെ കുറിച്ച് ഞങ്ങൾ സത്യം മറന്നുപോയി. പലപ്പോഴും നമുക്ക് ഇന്ന് നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ ദൈവത്തോട് നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് നന്ദി പറയാം. നമ്മൾ ഒരു MCC ആയിരിക്കുവാനും ഇന്ന് ഈ വചനം കേൾക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും അനുവദിച്ച ആ നല്ല ദൈവത്തിന് ഏറ്റവും ആദ്യം നമുക്ക് നന്ദി പറയാം. പിന്നെ നമ്മുടെ മണവാളൻ അച്ഛന്റെ ഇന്നത്തെ ഫാമിലി അവരെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ
അച്ഛൻ പഴയ നിയമങ്ങൾ കാര്യങ്ങൾ പറയുമ്പോഴും എല്ലാം വളരെ നമുക്ക് ഒരു മുഷിപ്പ് തോന്നാതല്ല, നമുക്ക് വളരെ സരളമായിട്ടാണ് അച്ഛൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. അച്ഛൻ നമ്മോട് പെരുമാറുമ്പോഴും അതുമാതിരി തന്നെയാണ്. നമുക്ക് ഇപ്പൊ MCC പല ഇതും ബന്ധപ്പെടുമ്പോഴും അച്ഛൻ നമ്മളെ ഒരിക്കലും ഒരു വലിയ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അച്ഛൻ നമ്മളെ പ്രോത്സാഹനത്തോടെ ചെയ്യുന്നു. അതേ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഫാമിലി അവറും ഓരോ ക്ലാസ്സും അച്ഛൻ ഇങ്ങനെ ചെയ്യണത്. നമ്മള് ഗ്രേസ് റിപ്പിൾസിലായിരുന്നപ്പോ ഓരോ മാസവും നമുക്ക് ഓരോ ക്ലാസ്സുകളിലൂടെ ഇപ്പൊ നമ്മള് വളർന്നുകൊണ്ടിരുന്നു. പക്ഷെ നമ്മളിപ്പോ ഈ MCC ആയി കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലി അവറിലൂടെയാണ് നമ്മൾ ഓരോ മാസവും നമ്മൾ വളരുന്നത്. അപ്പൊ അതിന് നമുക്ക് ഒത്തിരി സഹായിച്ച മണവാളനച്ഛന് ഒത്തിരി എല്ലാവരും MCC അംഗങ്ങളുടെ പേരിലും ഞങ്ങളുടെ പേരിലും ഒത്തിരി നന്ദി പറയുന്നു. ഇന്നത്തെ ഫാമിലി അവറിന് MC ആയിരുന്നത് നോർത്ത് സോണിലെ ട്രെയിനിങ് മിനിസ്ട്രി അസിസ്റ്റന്റ് സെക്രട്ടറി ദമ്പതികളായ ജോയ്സ് സിനിയാണ്. അവർക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയത് വല്ലം ഫൊറോനയിലെ ആൻഡോപുരം യൂണിറ്റ് അംഗങ്ങളായ ജോസ് ജെസ്സി ദമ്പതികൾക്കും നന്ദി പറയുന്നു. പിന്നെ നമ്മളുടെ ഇവിടുന്ന് സ്ഥലം മാറിപ്പോകുന്ന നമ്മുടെ അതിരൂപത ആനിമേറ്റർ സിസ്റ്റർ ആൻമരിയ സിസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു അമ്മയുടെ വാത്സല്യത്തോടെ എന്നും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന, എവിടെ വെച്ച് കണ്ടാലും സിസ്റ്റർ ഓടി വന്ന് ഞങ്ങളോട് സംസാരിക്കും. അങ്ങനെ ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ എന്നും നിർത്തിയിരുന്ന ഞങ്ങളുടെ ആനിമേറ്റർ സിസ്റ്റർക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു. സിസ്റ്റർക്ക് നന്ദി പറഞ്ഞ നമ്മുടെ റൈഫൻ സാറിനും ടെസ് ചേച്ചിക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ പ്രോഗ്രാം നമുക്ക് ഏറ്റവും ഭംഗിയാക്കാൻ സാധിച്ചത് നാം ഓരോരുത്തരുടെയും അകമഴിഞ്ഞ ഒരു സഹകരണം ഉണ്ടാവുന്നതുകൊണ്ടാണ്. വളരെ പ്രത്യേകിച്ച് നമ്മുടെ പറയുകയാണെങ്കിൽ നമ്മുടെ അതിരൂപത കോർഡിനേറ്റർ റൂബി മെജോ അവരുടെ വലിയൊരു നമ്മളെല്ലാവരെയും ഇങ്ങനെ ഏതൊരു ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ട്രെയിനിങ് മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായ ജോർജേനും ജോസ്ലിൻ ചേച്ചി ഏത് സമയത്താണെങ്കിലും ഞങ്ങൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എല്ലാം നന്നായി ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെ ഇവരുടെ അകമഴിഞ്ഞ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഇവർക്ക് നന്ദി പറയുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഓരോ മിനിസ്ട്രിയിലെ എല്ലാ കോർഡിനേറ്റേഴ്സിനും, എല്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റേഴ്സിനും, നമ്മുടെ ഫൊറോന കോർഡിനേറ്റേഴ്സിനും, ഓരോ യൂണിറ്റ് കോർഡിനേറ്റേഴ്സിനും എല്ലാവർക്കും ഒറ്റ വാക്കില് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി പറഞ്ഞ ബാബു റീന ദമ്പതികൾക്ക് പ്രത്യേകം ഞങ്ങളുടെ എല്ലാവരും പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ അതിരൂപത കോർഡിനേറ്റർ റൂബി മെജു ദമ്പതികൾ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇല്ല, നമുക്ക് സമയമായല്ലോ. ഇത് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അച്ഛന്റെ സംഭാവന ആശീർവാദം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ സമയത്തിന് എല്ലാത്തിനും നന്ദി പറയട്ടെ. പ്രാർത്ഥിക്കാം. കാരണം കർത്താവേ, ഞങ്ങൾക്ക് നീ നൽകിയ അതിന്റെ വ്യാഖ്യാനം, ഞങ്ങളിൽ അത് ഉണർത്തിയ ചിന്തകള്, തീരുമാനങ്ങള്, അതുപോലെ ഞങ്ങൾ ഈ മാസം ചർച്ച ചെയ്യാൻ പോകുന്ന ഇതിനോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങള് ക്രിയാത്മകമായി ജീവിതത്തിൽ പകർത്തുവാനും അനുഗ്രഹം നൽകണമേ. വചനത്തോട് കൂടുതൽ താല്പര്യം ഞങ്ങൾ ജനിപ്പിക്കണമേ. നിന്റെ നാമം എപ്പോഴും വാഴ്ത്തപ്പെടട്ടെ. നിന്റെ നാമത്തിന്റെ ശക്തിയിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും ഞങ്ങളെ കൃപയാവുന്നത് സഹായിക്കണമേ. പരിശുദ്ധമേ യോസേപ്പ് പിതാവേ, ദമ്പതി മധ്യസ്ഥരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ശംശയുടെ കൃപയും പിതാവാദിത്യത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസം കൊടുത്തുണ്ടായിരിക്കട്ടെ, എപ്പോഴും നയിക്കും. ആമേൻ. ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗുഡ് നൈറ്റ്. പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. അടുത്ത മാസം നമുക്ക് കാണാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എല്ലാവർക്കും.